തകർച്ചകൾ വിട്ടുമാറുന്നില്ല. ഞാനെന്ന ഭാവം, അഹങ്കാരം, രോഗവും ദുരിത ഞങ്ങളെ വിട്ടൊഴിയുന്നില്ല. നാൾക്കുനാൾ വളരുന്നു. ദൈവത്തിനാത്മാവ് എന്നിൽ നിർവീര്യമാ. പാപമെന്നെ പാതാ വഴിയിലെത്തിച്ചു. കരുണ തോന്നണേ എന്നിൽ, അലിവു തോന്നണേ. പാപിയാണു ഞാൻ നാഥാ, പാപിയാണു ഞാൻ. എല്ലാ ദുഃഖങ്ങളും കർത്താവിന് സമർപ്പിക്കുക. കർത്താവ് നമ്മെ സുഖപ്പെടുത്തട്ടെ. മകനെ, നിന്റെ ഹൃദയം തുറക്ക്. നിന്നെ ഞാൻ സുഖപ്പെടുത്തട്ടെ. കർത്താവെ, കരയുന്ന മക്കളുടെ മേൽ ഇപ്പോൾ പരിശുദ്ധാത്മാവിനെ വർഷിച്ച് ഇവരുടെ കുടുംബത്തിലെ പാപങ്ങൾ, ഇവരുടെ ബന്ധനങ്ങൾ, ഇവരുടെ കെട്ടുകൾ എല്ലാം അഴിഞ്ഞു വീഴട്ടെ. ചങ്ങലകളെല്ലാം നീങ്ങട്ടെ. അനേകം നാളുകളായിട്ടുള്ള തടസ്സങ്ങൾ നീങ്ങിപ്പോകട്ടെ. പൈശാചിക ബന്ധനങ്ങൾ നീങ്ങട്ടെ. രോഗങ്ങൾ സുഖപ്പെടട്ടെ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ നിറയണമേ. സാക്ഷികളായി തീരാൻ വരണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ഓ ദൈവമേ, സാക്ഷികളാക്കണമേ. ഒരിക്കൽ കൂടെ ചേർന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, സാക്ഷികളാക്കണമേ. ഈ ഇടവകയ്ക്ക് മുഴുവനും വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവേ, വിളിച്ചു പ്രാർത്ഥിക്കുക. തമ്പുരാനെ, എല്ലാവരും തങ്ങളുടെ കുടുംബത്തിലെ ഓരോ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. യുവതി യുവാക്കന്മാർക്ക് വേണ്ടി, സൺഡേ സ്കൂൾ കുട്ടികൾക്ക് വേണ്ടി, വൃദ്ധജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. സഹപാഠികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ നിറയണമേ. എല്ലാവരും ശാന്തമായിട്ടിരിക്കാം. നമ്മൾ മനസ്സിലാക്കിയത്, നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ സാക്ഷികളാകാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ നെഞ്ചിൽ, നമ്മുടെ മനസ്സിൽ ഓരോ പാപങ്ങളും കയറി കൂടുമ്പോൾ ഏറ്റവും വലിയ നഷ്ടം അപ്പനാണ്. ദൈവരാജ്യത്തിൻ്റെ ഒരു സ്ഥലം കൂടെ നഷ്ടമായി. അപ്പൻ സ്വന്തം മകനെ വിറ്റ് നേടിയെടുത്തതുപോലെ മേടിച്ചെടുത്ത ഒരുവനാണ് ഞാൻ. എൻ്റെ ഈ ഹൃദയം, എൻ്റെ ഈ മനസ്സ് അപ്പൻ്റേതായിട്ട് സ്വന്തമായി മേടിച്ചെടുക്കാൻ വേണ്ടി അപ്പൻ മുതൽ മുടക്കിയത് സ്വന്തം മകൻ്റെ ജീവനാണ്. എന്ന് പറഞ്ഞാൽ തൻ്റെ ജീവനാണ്. ഓർക്കണം, നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ വില എത്രയാണെന്ന് നമ്മളറിയണം. ഒരു ക്രിസ്ത്യാനിയുടെ വില എത്രയാണെന്ന് ഞാൻ തിരിച്ചറിയും. ഞാനൊരു ക്രൈസ്തവനാണ്. എൻ്റെ വിലയറിയാത്ത ജീവിതം നമ്മൾ നയിക്കരുത്. നമ്മുടെ വിലയറിഞ്ഞ് വേണം നമ്മൾ ജീവിക്കാൻ. എന്തുകൊടുത്താണ് എന്നെ വിലയ്ക്ക് മേടിച്ചത്? നഷ്ടപ്പെട്ടവനെ, പാപത്തിൻ്റെ അടിമത്തത്തിൽ വിൽക്കപ്പെട്ടവനെ തിരിച്ചെടുക്കണമെന്ന് അപ്പൻ ആഗ്രഹിച്ചപ്പോൾ അപ്പൻ അതിന് കൊടുത്ത വില സ്വന്തം രക്തവും ജീവനും. കണ്ടോ? 1 പത്രോസ് 1:18. എന്താണ്? നശ്വരമായ സ്വർണമോ വെള്ളിയോ അല്ല. ഇതാ
കറയോ കളങ്കമോ ഇല്ലാത്ത കുഞ്ഞാടിൻ്റെ രക്തം. അപ്പൻ രക്തം കൊടുത്ത് മേടിച്ചത് നമ്മളെ, ജീവൻ കൊടുത്ത് മേടിച്ചത് നമ്മളെ. കണ്ടോ? അതുകൊണ്ടല്ലേ യേശു പറഞ്ഞത്, എൻ്റെ ശരീരം ഞാൻ തന്നേക്കാം, നിങ്ങൾ കഴിക്കുക ആഹാരമായിട്ട്, എൻ്റെ രക്തം ഞാൻ തരാം, നിങ്ങൾ കുടിക്കുക. അങ്ങനെയെങ്കിലും നിങ്ങളൊക്കെ അപ്പൻ്റേതായിരിക്കണം. എല്ലാം തന്നേക്കാം, പക്ഷേ ഒരു ഗ്യാരണ്ടി ഉണ്ടാവണം, നീ എൻ്റെ അപ്പൻ്റെ സ്വന്തമാണ്. പുത്രനതാ പ്രിയമുള്ളവർ പറഞ്ഞത്, ഓരോ ഞായറാഴ്ചകളിലും ഈ ബലിപീഠത്തിൻ്റെ മുമ്പിൽ ഇതാ ഞാൻ വന്ന് നിൽക്കുമ്പോൾ, ആ ബലിപീഠത്തിൽ വിശുദ്ധ കുർബാനയായി യേശു വീണ്ടും വീണ്ടും ഇറങ്ങി വരുമ്പോൾ നമ്മൾ വായിക്കാറില്ലേ, പ്രമിയോൻ സദറായിൽ ഇങ്ങനെ നമ്മൾ വായിക്കാറുണ്ട്, കർത്താവേ, പ്രതിദിനം ഭക്ഷിക്കപ്പെട്ടിട്ടും നീ കുറഞ്ഞു പോകുന്നില്ലല്ലോ, ദിനം പ്രതി പാനം ചെയ്തിട്ടും നീ തീർന്നു പോകുന്നില്ലല്ലോ. അങ്ങനെ നമ്മൾ വിശുദ്ധ കുർബാനയിൽ പിതാക്കന്മാർ ഇതാ പ്രാർത്ഥന പഠിപ്പിച്ചിരിക്കുന്നു. അങ്ങനെ നമ്മുടെ മധ്യത്തിലേക്ക് ഇറങ്ങിയവൻ വീണ്ടും വീണ്ടും വരുന്നതിനാ, നീ എന്നും അപ്പൻ്റെ സ്വന്തമായിരിക്കും. അങ്ങനെയെങ്കിൽ ഓരോ ഞായറാഴ്ചയും ഞാൻ വരുന്ന ഈ ബലിപീഠമെന്ന് പറയുന്നത് ഞാനും എൻ്റെ അപ്പനും തമ്മിലുള്ള സ്നേഹത്തിൻ്റെ അടയാളമാണ് ഈ ബലിപീഠം. ആ ബലിപീഠത്തിൽ പുത്രൻ ബലിയായി ഇറങ്ങി വരുമ്പോൾ ഓർത്തോണം, അവൻ വീണ്ടും ഓർപ്പിക്കുക, നീ എൻ്റെ അപ്പൻ്റെ മകനാ കേട്ടോ, നീ എൻ്റെ അപ്പൻ്റെ മകനാ. അതുകൊണ്ട് ഈ ആഴ്ചയിൽ നീ എൻ്റെ അപ്പൻ്റെ സ്വഭാവം കാണിക്കണം, അപ്പൻ്റെ പ്രവൃത്തി ചെയ്യണം. അതാ ബലിപീഠത്തിൽ പറയുന്നത്. ഓർക്കണം, ഇത്രയും സ്നേഹത്തോടെ നമ്മെ വിളിക്കുക. എന്നിട്ട് പറയുകയാണ്, ഇതാ നിനക്ക് വേണ്ടി നിന്നെ വിലയ്ക്ക് മേടിച്ചതിൻ്റെ അടയാളം എൻ്റെ ശരീരരക്തങ്ങൾ. കണ്ടോ? അതുകൊണ്ടല്ലേ നമ്മൾ കല്യാണത്തിന് പാടാറുണ്ട്, ഇതാ ശരീരരക്തങ്ങൾ മോതിരമായി നൽകി. കണ്ടോ? കർത്താവിൻ്റെ തിരുശരീര രക്തങ്ങൾ മോതിരമായി നൽകി നിന്നെ ഞാൻ മേടിച്ചതാണ്. കല്യാണം കഴിച്ചതിൻ്റെ അടയാളം എന്താ? നമ്മളെന്നാ കാണിക്കുന്നത്? കല്യാണം കഴിച്ചാണോ എന്ന് ചോദിച്ചാൽ എന്താ അടയാളം കാണിക്കുന്നത്? മോതിരം. കണ്ടോ? അതിൻ്റെ അടയാളം മോതിരം. വിവാഹം നിശ്ചയിച്ചിരിക്കുന്നു എന്നതിൻ്റെ അടയാളം മോതിരമാണ്. വിവാഹം കഴിഞ്ഞാൽ ആ മോതിര കാണിക്കുന്നുണ്ടോ? തിരുശരീര രക്തങ്ങൾ നമ്മെ ക്രിസ്തു സ്വന്തമാക്കി എന്നതിൻ്റെ അടയാളം നാം അനുഭവിച്ച തിരുശരീര രക്തങ്ങളാണ്. തിരുശരീര രക്തങ്ങൾ. അങ്ങനെ ഞാനും ക്രിസ്തുവും ഒന്നാണ്. ഇതാ ജീവൻ കൊടുത്ത അവൻ നമ്മെ മേടിച്ചത്. അങ്ങനെയാണെങ്കിൽ നമുക്കൊക്കെ എന്നാ വിലയുണ്ട് പ്രിയമുള്ളവരെ? എന്നാ വിലയുണ്ട്? ദൈവത്തോളം വിലയുള്ളവർ. അതുകൊണ്ടല്ലേ ദൈവം തന്നെ കൊടുത്ത് മേടിച്ചത്. അങ്ങനെയാണെങ്കിൽ ഈ ദേവാലയത്തിൽ, ഈ നാട്ടിൽ നീ ജീവിക്കുമ്പോൾ എങ്ങനെ ജീവിക്കണം? വിലയുള്ളവനെ പോലെ ജീവിക്കണം. കണ്ടോ? ഇന്ത്യൻ പ്രസിഡൻറ്റിന് ഇപ്പോൾ പറവൂർ പള്ളിയുടെ വാതിൽക്ക് ഇരിക്കുന്ന മുറുക്കാങ്കടയെന്ന് ഒരു പരിപ്പോടെ തിന്നാൻ കൊള്ളാവുന്ന ആഗ്രഹമുണ്ട്. അടുത്ത ഫ്ലൈറ്റിന് വന്ന് ഇവിടെ പറവൂർ ബസ് സ്റ്റാൻഡിൽ ഇറങ്ങിയിട്ട് പരിപ്പോടെ മേടിച്ച് കഴിക്കാൻ പോകാൻ പറ്റുമോ? ഇല്ല, പറ്റത്തില്ല. കണ്ടോ? ആഗ്രഹിക്കുന്നിടത്ത് പോകാൻ പറ്റുകയില്ല. ഔദ്യോഗികമായി നിശ്ചയിക്കപ്പെടുന്നിടത്തേ പോകാൻ പറ്റൂ. എല്ലാം നമ്മൾ ചെയ്യുന്ന പോലെ എല്ലാം ചെയ്യാൻ പറ്റുമോ? എല്ലാം ചെയ്യാൻ പറ്റുകയില്ല. ഇപ്പോൾ എനിക്കിപ്പോൾ ഷാർജയ്ക്ക് പോകണമെന്ന് വിചാരിച്ചാൽ പാസ്പോർട്ടും വിസയും റെഡിയായാലും അന്നേരം കയറിപ്പോകും. ഇന്ത്യൻ പ്രസിഡന്റിന് ഷാർജയ്ക്ക് പോകണമെന്ന് വിചാരിച്ചാൽ നടക്കുമോ? ഇല്ല. കണ്ടോ? എന്തുകൊണ്ടാണ്? ആ സ്ഥാനത്തിരിക്കുന്നവന് അതിൻ്റേതായൊരു വിലയുണ്ട്. ഇതുപോലൊരു ക്രിസ്ത്യാനിക്ക് പോകാൻ പറ്റുന്ന സ്ഥലമുണ്ട്, ചെയ്യാൻ പറ്റുന്ന പ്രവൃത്തിയുണ്ട്, പറയാൻ പറ്റുന്ന വാക്കുണ്ട്. അതേ പാടുള്ളൂ. കണ്ടോ? വിലയുള്ളവനാ നീ. അതുകൊണ്ട് വില കുറഞ്ഞ വാക്കുകൾ, വില കുറഞ്ഞ സംസാരങ്ങൾ, വില കുറഞ്ഞ പ്രവൃത്തികൾ, വില കുറഞ്ഞ ജീവിത ശൈലികൾ നിന്നിൽ നിന്ന് തമ്പുരാൻ പ്രതീക്ഷിക്കുന്നില്ല. അതുകൊണ്ട് നീ നിൻ്റെ വില തിരിച്ചറിയണം. അതുകൊണ്ട് നിൻ്റെ ദൈവത്തെ നീ സ്വന്തമാക്കണം. എന്നാ കൊടുത്ത് മേടിക്കാൻ പറ്റും? ദൈവത്തിന് എന്നാ വിലയുണ്ട് മേടിച്ചെടുക്കാൻ? എന്നാ കൊടുത്താൽ കിട്ടും ദൈവത്തെ? ദൈവം നമ്മളെ മേടിച്ച് എന്നാ വില കൊടുത്താ? ദൈവത്തിൻ്റെ ജീവനും ജീവിതവും കൊടുത്താ. അങ്ങനെയാണെങ്കിൽ എനിക്ക് ദൈവാനുഭവം കിട്ടണമെങ്കിൽ, എനിക്ക് ദൈവകൃപ കിട്ടണമെങ്കിൽ, എനിക്ക് ദൈവത്തെ സ്വന്തമാക്കണമെങ്കിൽ ഞാൻ എന്തു വില കൊടുക്കണം? എന്നാ കൊടുക്കണം?
എന്നെ കൊടുത്ത് മേടിക്കാൻ സാധിക്കും. പലർക്കും ധ്യാനയോഗങ്ങളിലും കൺവെൻഷനുകളിലും പ്രാർത്ഥനാ യോഗങ്ങളിലും കുർബാനയിലും ഒന്നും ഈ കാലഘട്ടത്തിൽ വലിയ അനുഭവമൊന്നും കിട്ടുന്നില്ലെന്നൊരു യാഥാർത്ഥ്യമാണ്. ചെറിയൊരു അനുഭവമൊക്കെ ഉണ്ട്, പക്ഷേ ആഴമായൊരു ദൈവാനുഭവം ഇല്ല. അതുകൊണ്ടല്ലേ കുർബാന 1.5 മണിക്കൂറുണ്ടെങ്കിൽ നമുക്ക് എത്ര സമയം കൂടാൻ പറ്റുന്നുള്ളൂ? 3/4 മണിക്കൂർ. കാരണം എന്താ? ബോറായത്. പലർക്കും ബോറായി തോന്നി. എന്നും അച്ഛൻ കാണിക്കുന്നൊരു നാടകം, അതിനപ്പുറത്ത് ഒരു വികാരവും തോന്നുന്നില്ല. ഞാനൊന്ന് ചോദിക്കട്ടെ, കഴിഞ്ഞ ഞായറാഴ്ച വിശുദ്ധ കുർബാന മറിയാം തീലേത്തോ എന്ന് പറഞ്ഞ് ആരംഭിച്ച നിമിഷം മുതൽ മുഴുവൻ സമയവും പള്ളിയിലുണ്ടായിരുന്നുവെന്ന് കൈവക്കാവൂ? കുറച്ച് പേരൊക്കെ ഉണ്ട്. അച്ഛൻ മദ്ബഹായിലേക്ക് നിങ്ങൾക്ക് വേണ്ടി അപ്പവും വീഞ്ഞും ഇതായി എടുത്തു വെക്കാൻ പോയത് നിങ്ങൾക്ക് വേണ്ടിയാണ്. ഈ ബലി നിങ്ങൾക്ക് വേണ്ടിയായിരുന്നു. അച്ഛൻ മുകളിലേക്ക് കയറിയപ്പോൾ തന്നെ ഉണ്ടായിരുന്നു വരുന്ന കൈവക്കിക്ക്. വളരെ ചുരുക്കിയുള്ളൂ. സത്യത്തിൽ ഈ പള്ളിയിൽ എത്ര ഇടവക്കാരുണ്ട്? എനിക്കറിയാൻ മേലാഞ്ഞിട്ട് ചോദിക്കും. എത്രയുണ്ട്? 3000? 300? അത്രേ ഉള്ളൂ? ശരി. ഞാൻ വിചാരിച്ചൊരു 3000-4000 ഇടവക്കാരുണ്ടെന്ന്. വലിയ പള്ളിയാണെന്നേ ഉള്ളൂ, നമുക്ക് ഇടവക്കാർ കുറവാണ് അല്ലേ? അപ്പോൾ 300 പേരുണ്ട്. അങ്ങനെയാണെങ്കിൽ ഓർക്കണം, 300 പേർക്ക് വേണ്ടി ഈ ബലിപീഠത്തിൽ അച്ഛൻ കയറിപ്പോകുമ്പോൾ ആരിവിടെ കാണണം? ആര് കാണണ്ടേ? ഇവിടെ നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മളിവിടെ ഉണ്ടാവേണ്ടത്. പലപ്പോഴും ഉണ്ടാവാറില്ല. നിങ്ങൾ വിഷമിക്കുമൊന്നും വേണ്ട. നിങ്ങളുടെ ഒന്നും ഉള്ളിൽ തമ്പുരാനോട് ഈ പറയുന്ന വലിയ സ്നേഹമൊന്നും ഇല്ലെന്നതിൻ്റെ അടയാളം ഇതൊക്കെ. വേറൊന്നുമില്ലിത്. ഈ പുള്ളിയോട് നമുക്ക് വലിയ താല്പര്യമൊന്നുമില്ല, അതിൻ്റെ അടയാളം ഇതൊക്കെ. ഓർക്കണം, ഒഴിവാക്കാൻ പറ്റുകയില്ല. കാരണം മകള് ആന്ധ്രയ്ക്ക് പോയിരിക്കുക, തിരിച്ചു വന്നില്ലേ കുഴപ്പമാകും. ആര് സഹായിച്ചാലേ പറ്റുള്ളൂ? പുള്ളി വേണം. പിന്നെ ഇതാ UK പോകാനായിട്ട് അല്ലെങ്കിൽ ജർമ്മനിക്ക് പോകാനായിട്ട്, ജർമ്മൻ പഠിക്കാനായിട്ട് മോളെ വിട്ടിട്ടുണ്ട്. എങ്ങനെയെങ്കിലും പേപ്പറൊക്കെ ശരിയാക്കി മേളിൽ കയറ്റി വിടേണ്ടത് ആരാ? തമ്പുരാൻ. പിന്നെ മക്കളെ രണ്ടുപേരെയും ഞായറാഴ്ച ദിവസം രാവിലെ എൻട്രൻസ് എക്സാമിൻ്റെ കോച്ചിങ്ങിന് വിട്ടിരിക്കുക. മനസ്സിലായില്ലേ? എങ്ങനെയെങ്കിലും ഇവനെ റാങ്ക് ലിസ്റ്റിലേക്ക് തള്ളിക്കയറ്റേണ്ടത് ആരാ? തമ്പുരാൻ. PSC എഴുതിയാൽ ഇതാ റാങ്ക് ലിസ്റ്റിലേക്ക് നമ്മളെ ഉന്തിക്കയറ്റേണ്ടത് ആരാ? തമ്പുരാൻ. ഇങ്ങനെ ഒഴിവാക്കിയിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റുകയില്ല. ഇരിക്കട്ടെ ഒരു മെഴുകുതിരി അതുകൊണ്ട് പുള്ളിക്ക്. അപ്പോഴാരോ പറഞ്ഞു, അബ്ദുൽ ജലീൽ ബാബായും പ്രാർത്ഥിക്കും, എന്നാൽ അങ്ങേർക്കും ഇരിക്കട്ടെ ഒരെണ്ണം. അപ്പോൾ ആരോ പറഞ്ഞു, അഞ്ഞനിക്കര ബാബായും പ്രാർത്ഥിക്കും, എന്നാൽ അങ്ങേർക്കും ഇരിക്കട്ടെ. നമ്മുടെയൊക്കെ ഉള്ളിൽ തിങ്ങി നിറഞ്ഞിരിക്കുന്ന സ്വാർത്ഥത, ആ സ്വാർത്ഥതകൾ വേണ്ടി ഉള്ളിൽ ഒത്തിരി ആർത്തിയുണ്ട് നമുക്ക്, ലോകം നേടിയെടുക്കാനായിട്ട്. ആർത്തി, പലതും നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഉപകരണങ്ങൾ. അതാണ് നമ്മുടെ തമ്പുരാനെ നമ്മൾ അങ്ങനെയാണ് കാണുന്നത്. നമ്മുടെ കർത്താവിനെ പലരും കാണുന്നത് അങ്ങനെയാണ്, എല്ലാം നേടിയെടുക്കാൻ വേണ്ടിയുള്ളൊരു ഉപകരണം. അതിനപ്പുറത്ത് എനിക്ക് വേണ്ടി ജീവിച്ച് മരിച്ചൊരു ദൈവം, അവൻ എനിക്ക് വേണ്ടി എല്ലാം തന്നില്ലേ? അതുകൊണ്ട് ഇനിയൊരു ജീവിതമുണ്ടെങ്കിൽ അവന് വേണ്ടി അങ്ങനെ കൊടുക്കാനുള്ള മനസ്സ് നമുക്കൊണ്ടേ മാത്രമേ ദൈവത്തെ സ്വന്തമാക്കാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ളവർക്ക് മാത്രമേ ദൈവത്തെ സ്വന്തമാക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ കൊടുക്കാൻ മനസ്സുണ്ടോ? ഉണ്ടോ? നിന്നെ കൊടുത്ത് തമ്പുരാനെ മേടിക്കാൻ ഉണ്ടോ മനസ്സ്? ഉള്ളവർ കൈവയ്ക്ക്. ചിലർ നമ്മളെ കൊടുത്തിട്ടാണേ വേണ്ട, എനിക്ക് വേറെ ഒത്തിരി പരിപാടിയുണ്ട്, ബ്ലേഡ് കമ്പനി, കള്ളഷാപ്പ്, ഇപ്പം ഇങ്ങനത്തെ പരിപാടിയുണ്ട്, അതെല്ലാം ഉപേക്ഷിച്ചിട്ട് നീ തമ്പുരാനെ ഒന്നും വേണ്ട. ഈ രീതിയിലങ്ങ് ജീവിക്കുമ്പം അഡ്ജസ്റ്റ് ചെയ്ത് കർത്താവിനെ സഹായിക്കാമെങ്കിൽ അനുഗ്രഹിക്കാമെങ്കിൽ അനുഗ്രഹിക്കുക, ഇല്ലേ വേണ്ട. ഇതാ നമ്മുടെയൊക്കെ നിലപാട്. അതുകൊണ്ട് പ്രത്യേകിച്ച് ദൈവാനുഭവം ഉണ്ടല്ലോ, ഇങ്ങനെ പോകാം. നമ്മൾ പള്ളിയിൽ പോകുന്നു, പ്രാർത്ഥിക്കുന്നു, പിന്നെ കാര്യങ്ങൾ പോകുന്നു, ഇങ്ങനെ പോകുന്നു. എന്തുകൊണ്ടാണെന്നറിയാം നമ്മുടെ സഭ വളരാത്തത്? ഈ മനസ്സുള്ളവൻ ഇല്ലാത്തതുകൊണ്ട്. നമ്മുടെ ഇടവക വളരാത്തത് എന്തുകൊണ്ടാണെന്നറിയോ? ഈ മനസ്സുള്ളവൻ ഇല്ലാത്തതുകൊണ്ട്. ഓർക്കണം, ഒരു പെണ്ണ് ഇന്ത്യയിലേക്ക് വന്നു, വിദേശി ഇന്ത്യയിലേക്ക് വന്നു, മദർ തെരേസ തെരുവിലൂടെ നടന്നു.
വഴി കാണുന്ന കൊച്ചുങ്ങളെ മുഴുവൻ പെറുക്കി ഇതാ തൻ്റെ ബാഗിനുള്ളിലിട്ടു. അവൾ സത്യത്തിൽ ക്രിസ്തുവിനെ തിരിച്ചറിഞ്ഞൊരു പെണ്ണാണ്. ഒരു ദിവസം ട്രെയിനിൽ പോകുമ്പം അവളുടെ ഉള്ളിലൊരു സ്വരം. എന്തായിരുന്നു സ്വരം? ഈ ചെറിയവന് കൊടുക്കുമ്പോഴൊക്കെ എനിക്കാ. ദൈവത്തിൻ്റെ വചനമായി സ്വീകരിച്ചു. അതുകൊണ്ട് ചെറിയവന് വേണ്ടി അവൾ എടുത്തു കൊടുത്തത്, ആ പെങ്കൊച്ചെടുത്തു കൊടുത്തത് എന്താണെന്നറിയോ? സ്വന്തം ജീവിതം അങ്ങോട്ട് എടുത്തു കൊടുത്തു. ഉണ്ടോ? തമ്പുരാൻ്റെ കയ്യിലോട്ട് എടുത്തു കൊടുത്തത് അവളുടെ ജീവിതം എടുത്ത് കയ്യിലോട്ട് വെച്ചു കൊടുത്തു. കർത്താവ് എടുത്ത് വാഴ്ത്തിയിട്ടൊന്ന് പൊക്കി. എത്ര രാജ്യത്തുണ്ടെന്നറിയോ അവളുടെ ശുശ്രൂഷ? 100-200 രാജ്യങ്ങളിലുണ്ട് അവളുടെ ശുശ്രൂഷ. ഉണ്ടോ? എന്തുമാത്രം രാജ്യങ്ങളിൽ, ഏത് രാജ്യത്ത് ചെന്നാലും, സിറിയയിലുണ്ട്, ലെബനോനിലുണ്ട്, ഞാൻ പോയ രാജ്യങ്ങളിലെല്ലാം മദർ തെരേസയുടെ ശുശ്രൂഷയുണ്ട്. ഒരു പെണ്ണിനെ കൊണ്ട്. നമുക്ക് ഓർക്കണം, നമ്മളൊക്കെ എത്രയോ വർഷമായി, 2000-ഓളം വർഷമായിട്ട് ജീവിക്കുന്ന ഈ സമൂഹത്തിൽ ഒരു കൊച്ചു പെണ്ണിനെ കൊണ്ട് ചെയ്യിച്ചത് ചെയ്യാൻ നമ്മളെ കൊണ്ട് ആർക്കും ആയില്ല. കഴിഞ്ഞ ദിവസം ഒരു ചെറുപ്പക്കാർ, അദ്ദേഹത്തിൻ്റെ പേര് ബെന്നി പുന്നത്തറ, നിങ്ങൾക്കറിയാം. ഇതാ അങ്ങേർക്ക് ജോലി എന്തായിരുന്നറിയോ? ബാങ്ക് ഉദ്യോഗം. യേശുവിനെ കണ്ടെത്തിയപ്പോൾ ഉദ്യോഗം തന്നെ അങ്ങ് വേണ്ടെന്ന് വെച്ചു. കർത്താവിന് വേണ്ടി ജീവിതം എടുത്തങ്ങ് കൊടുത്തു. പെൻഷനില്ല, ജീവിതം എടുത്തു കൊടുത്തു. കുഞ്ഞുങ്ങൾ പട്ടിണിയാകുകയല്ലേ? ഒന്നും ചിന്തിച്ചില്ല. തമ്പുരാനെ വിലപ്പെട്ടവനായി സ്വന്തമാക്കാൻ വേണ്ടി ജീവിതം എടുത്തങ്ങോട്ട് കൊടുത്തു. കഴിഞ്ഞ ദിവസം കത്തോലിക്ക സഭയിലെ ഒരു ബിഷപ്പ് ഒരു സ്റ്റേജിൽ പ്രസംഗിച്ച് പറഞ്ഞു, നമ്മൾ ലോകം മുഴുവനുള്ളൊരു സഭയായിട്ട് ഈ സഭയ്ക്ക് ഇന്ത്യയിൽ ഒരു പത്രം നടത്തിക്കൊണ്ട് പോകാൻ പറ്റിയില്ല. അദ്ദേഹം പ്രസംഗിച്ചാണ്, വളരെ ആത്മാർത്ഥയോടെ പ്രസംഗിച്ചു. ഒരു പത്രം നടത്തിക്കൊണ്ട് പോകാൻ നമ്മളെക്കൊണ്ട് സാധിച്ചില്ല. ഒരു ചെറുപ്പക്കാരൻ നിരൂപിച്ചിട്ട് 24 മണിക്കൂറും ലോകത്തിലുള്ള മനുഷ്യൻ്റെയൊക്കെ വിരൽ തുമ്പേൽ യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷം എത്തിക്കാൻ അയാളെ കൊണ്ടായി. ഉണ്ടോ? യേശുവിൻ്റെ സുവിശേഷം ഒരു ചെറുപ്പക്കാരൻ വിചാരിച്ചിട്ട് ലോകത്തിലുള്ള മനുഷ്യൻ്റെ എല്ലാം വിരൽ തുമ്പിൽ യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷം എത്തിക്കാൻ അവനെ കൊണ്ടായി. എന്തുകൊണ്ടാണ്? കൊടുത്തതുകൊണ്ടാണ്. 2000 വർഷത്തോളമായി നമ്മളൊക്കെ ഇവിടെ ഈ സുറിയാനി ക്രിസ്ത്യാനികളായി വന്നിട്ട് 19 വർഷമായി കേസുകളും വഴക്കുകളുമായി. ഇതിനിടയിൽ നമ്മളൊക്കെ എത്രയോ പേർ ജനിച്ചു, എത്രയോ പേർ മരിച്ചു. സമൂഹത്തെ സുറിയാനി സഭയുടെ വിശ്വാസ പാരമ്പര്യങ്ങൾ കൊണ്ട് കോരിത്തെരിപ്പിച്ച് ഈ ഭാരതത്തിലെ ജനത്തെ പിടിച്ചു നിർത്താൻ നമ്മളെ കൊണ്ടായില്ല. ഇന്നുകൊണ്ട് ക്രിസ്തുവിനെ കേട്ടിട്ടില്ലാത്തവരും കണ്ടിട്ടില്ലാത്തവരും ഭാരതത്തിൽ. ഇന്നുമുണ്ട് കേരളത്തിൽ വിശക്കുന്നവൻ, ദാഹിക്കുന്നവൻ. ഞാൻ ഈ അടുത്ത കാലത്ത് ഒരു വീട്ടിൽ പോകാനിടയായി തീർന്നു, ഒരു ഹൈന്ദവൻ്റെ വീട്ടിൽ. യാക്കോബക്കാരൻ്റെ വീട്ടിൽ പോലും പോകാൻ സമയമില്ല. അപ്പോഴാണ് ഒരു ഹൈന്ദവനായ മനുഷ്യൻ ഒരാഗ്രഹം പറഞ്ഞു. നമ്മുടെ ആളുകൾ ഒരു രോഗിയുടെ വീട്ടിൽ ചെന്നു. നമുക്കൊരു ശുശ്രൂഷയുണ്ട്, രോഗികളെ ശുശ്രൂഷിക്കുന്ന ഒരു ശുശ്രൂഷ. 100ഓളം രോഗികളെ വീട്ടിൽ നമ്മുടെ ആളുകൾ പോയി അവർക്ക് മരുന്ന് മേടിച്ചു കൊടുക്കും, അവരുടെ ട്യൂബൊക്കെ ഉണ്ടെങ്കിൽ മാറിക്കൊടുക്കും, അവർക്ക് അത്യാവശ്യം മരുന്ന് കൊടുക്കും, നഖമൊക്കെ ഉണ്ടെങ്കിൽ വെട്ടി കൊടുക്കും. അങ്ങനത്തെ ഒരു ശുശ്രൂഷയുണ്ട്, പാലിയേറ്റീവ് ശുശ്രൂഷ. അങ്ങനെ ഒരു സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു ഹിന്ദുവായ മനുഷ്യൻ പുള്ളി ചോദിച്ചു, നമ്മുടെ തിരുമേനി ഉണ്ടോ ഇവിടെ? എന്നിട്ട് പറഞ്ഞില്ല, അന്ന് ഞാൻ വയനാട്ടിൽ പോയിരിക്കുക. തിരിച്ചു വരുമ്പം അന്വേഷിച്ചെന്ന് പറയണം. ചോദിച്ചെന്നാ? അല്ല, ഒന്ന് കാണാനാ. ഞങ്ങളെയൊക്കെ നമ്മുടെ ആളുകൾക്ക് പോലും കാണാൻ കിട്ടാത്ത കാലമാണ്. അപ്പോൾ ഒരു ഹിന്ദു മനുഷ്യൻ പറയുകയാണ്, എനിക്കൊന്ന് കാണാനാണ്. സത്യത്തിൽ ഞാൻ വന്നപ്പം തമാശയായിട്ട് അവർ പറഞ്ഞു, നമ്മുടെ പുള്ളിക്കാരനുണ്ടല്ലോ, പുള്ളിയുടെ പേര് ഗോപാലകൃഷ്ണൻ എന്ന് മറ്റാന്ന് തോന്നുന്നു, കാണണമെന്ന് പറഞ്ഞു. ഒരു മനുഷ്യൻ കാണണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും അത്യാവശ്യം കാണും, എന്നാൽ ഒന്ന് പോയേക്കാം. അങ്ങനെ ഞാൻ അവിടെ ചെന്നു, ഒരു വീട് വാതിൽക്ക് ചെന്നു. 2-3 സെൻറ്റ് സ്ഥലത്തിലൊരു വീടിന് ഇത്രയും വലിപ്പമേ ഉള്ളൂ, കൊച്ചുമുറി. മുഴുവൻ ഇരുട്ടാ, പുക കൊണ്ട് നിറഞ്ഞിരിക്കുക, തേച്ചിട്ടില്ല.
വർഷങ്ങളായി തേക്കുകയോ വൃത്തിയാക്കുകയോ ചെയ്യാൻ അവിടെ ആരുമില്ല. ഒരു ഭാര്യയും ഭർത്താവ് എഴുന്നേക്കാൻ മേലാതെ കട്ടിലേക്ക് കിടക്കുക. ആ കട്ടിലിൽ ബെഡില്ല, അവിടെ കയറൊക്കെ പൊട്ടിക്കിടക്കുക. അപ്പം ഞാൻ ചോദിച്ചു, ഒരു പായോ ബെഡോ ഇടാൻ മേലെ? അന്നേരം പറഞ്ഞു, മൂത്ര വിസർജനമൊക്കെ ചെയ്യണമെങ്കിൽ പായൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പ്രശ്നമാകും, ഇത് പോകുന്നൊന്നും അറിയില്ല, അതുകൊണ്ട് ഇതിനിടവഴി പൊക്കോളുമല്ലോ എന്ന് വിചാരിച്ച. അടുക്കളയെന്ന് പറയാൻ കാര്യമായിട്ടൊന്നുമില്ല. സത്യത്തിൽ എല്ലാം കൂടെ ഇത്രയേ ഉള്ളൂ. മൊത്തം ആ വീട് മുറിയെല്ലാം കൂടി, ഈ മാമൂദ് സത്തൊട്ടിയുടെ ആ മുറിയും ഇത്രയൊക്കെയുള്ള സംഭവമേ ഉള്ളൂ, ഒരു വീട് മുഴുവൻ. അപ്പം ഞാൻ ചോദിച്ചു, ഈ മനുഷ്യന് സത്യത്തിൽ ബാത്റൂമിലൊക്കെ അന്നേരം എങ്ങനെ പോകും? പിടിച്ചുകൊണ്ട് എഴുന്നേക്കാൻ പറ്റുമോ? ഉടനെ ആ ഭാര്യ പറഞ്ഞു, പിള്ളേരില്ല, എഴുന്നേക്കാൻ പറ്റുകയില്ല. അപ്പം ഞാൻ ചോദിച്ചു, പിന്നെ പിടിച്ചുകൊണ്ട് പോകുമോ? ബാത്റൂം പുറത്താണോ ബാത്റൂം? അന്നേരം പറഞ്ഞു, ബാത്റൂമില്ല. അപ്പം ഞാൻ ചോദിച്ചു, ഇത്രയും 5 സെൻറ്റിലുള്ള ഈ ചുറ്റുപാട് മുഴുവൻ വീടാ, പിന്നെ എവിടെയാണ് ഇത് സാധിക്കുന്നത്? അന്നേരം അവരൊരു പുതിയ കാര്യം എന്നോട് പറഞ്ഞു, പുതിയൊരു കണ്ടുപിടുത്തം നടത്തിയിട്ടുണ്ട് അവർ. ഇതാ, ഒരു പ്ലാസ്റ്റിക് കൂട് എടുക്കുക, പ്ലാസ്റ്റിക് കൂടിനകത്ത് സാധനം പിടിക്കുക, കെട്ടുക, എവിടെയെങ്കിലും പോകുമ്പോൾ വേറൊരു കൂടിനകത്തിട്ട് പിടിക്കും, എവിടെയോട്ടെങ്കിലും ചെല്ലുമ്പോൾ വലിച്ചെറിയും. അവരുടെ ടോയ്ലറ്റ് അങ്ങനെ. പ്രിയമുള്ളവർ, നമ്മുടെയൊക്കെ ചില വീടുകളിൽ കയറി ചെന്ന് കഴിഞ്ഞാൽ ടോയ്ലറ്റ് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഇറങ്ങിപ്പോരാൻ തോന്നുകയില്ല. തേക്കടിക്കാടിനകത്തോട്ട് കയറിയ പോലെയാണ് മരങ്ങളുടെ ഡിസൈൻ. ഞാനൊരിക്കൽ ഇതാ ഒരു വീട്ടിൽ ചെന്ന് ഉടനെ പറഞ്ഞു, തിരുമേനി ഞങ്ങളുടെ വീട് കണ്ടിട്ടില്ലേ, ഇതിലേ പോകുമ്പോൾ ഒന്ന് കയറണം കേട്ടോ. പല പ്രാവശ്യം പറഞ്ഞ പുറത്തുനിന്ന് കയറിയേക്കാവുന്നു, കയറിയ പുറത്തുനിന്ന് ടോയ്ലറ്റിൽ പോയേക്കാവുന്നു. അകത്തോട്ട് കയറി ചെന്നപ്പോൾ കാണുന്ന മുള, പിന്നെ വലിയ മരങ്ങൾ, അതുപോലെ ആനയുടെ തുമ്പുകൈ എല്ലാം നിൽക്കുന്നു. ഞാൻ അതിനകത്തോട്ട് കയറിയപ്പോൾ എനിക്കൊരു പേടി, ചേട്ടാ ഈ ആന തുമ്പുകൈയായിട്ട് നിൽക്കുക, ഇത് വല്ല കുഴപ്പമുണ്ടാകും. കാരണം എന്താണ്, ഒരു ഭിത്തിയെ മുഴുവൻ 3D ഡിസൈനാണ്, മുളകളും കാടുകളും ഒക്കെ നിൽക്കുന്ന ഡിസൈൻ. ഞാൻ ചോദിച്ചു, സ്ക്വയർ ഫീറ്റിന് എന്നാ ആവും? 750 സ്ക്വയർ ഫീറ്റിന് 750. നമ്മുടെയൊക്കെ ഇതാ. സത്യത്തിൽ 5 മിനിറ്റ് കൊണ്ട് കാര്യം സാധിച്ചെങ്കിൽ ഒരു 15 മിനിറ്റ് ഞാൻ അവിടെ ഇരുന്നു. കാരണം കാട്ടിൽ പോയി ഇങ്ങനെ ഇരിക്കാൻ പറ്റിയല്ലോ, ഫോറസ്റ്റുകാരുടെ അനുവാദം ഇല്ലാതെ കാട്ടിൽ കയറാൻ പറ്റിയില്ല. ഇപ്പം അവിടെ എങ്ങാനും അങ്ങനെ പമ്മി നിന്നാൽ പ്രശ്നമാവും. അതുകൊണ്ട് ഒരു 15 മിനിറ്റ് നേരം അവിടെ ഇരുന്ന് കാട് കാണാനേ. നമ്മുടെയൊക്കെ ബാത്റൂമൊക്കെ ഇങ്ങനെ, ബാത്റൂമിൽ വേണേ ഇരുന്ന് ഭക്ഷണം കഴിക്കാം. അതൊന്നാണോ? ഇതാ അച്ചായൻ ഇനി അങ്ങോട്ടെങ്ങാനും പോകുമ്പോഴാണ് തോന്നുന്നെങ്കിൽ എന്ത്, അവിടെ ഒരെണ്ണം ഇരിക്കട്ടെ. ഒരെണ്ണത്തിന് ചിലവെത്രയാണ്? 2.5 ലക്ഷം 3 ലക്ഷം രൂപ. അപ്പോഴായിരിക്കും വല്യമ്മച്ചിക്ക് അങ്ങോട്ട് പോകണമെന്ന് തോന്നി, അപ്പോൾ അങ്ങോട്ട് പോയിട്ട് തിരിഞ്ഞു വരണ്ടല്ലോ, അതുകൊണ്ട് അവിടെ ഒരെണ്ണം ഇരിക്കട്ടെ. താഴത്തെ നിലയിലെങ്ങാനും വെച്ചാൽ അച്ചായന് തോന്നുന്നെങ്കിലോ, അതുകൊണ്ട് അവിടെ ഒരെണ്ണം ഇരിക്കട്ടെ. അങ്ങനെ മൊത്തം ബാത്റൂം, അറ്റാച്ച്ഡ് ബാത്റൂമായിട്ടും അല്ലാത്ത ബാത്റൂമായിട്ടും. എന്നിട്ട് ഈ അച്ചായന് വല്ലതും കഴിക്കാവോ? ഒന്നും കഴിക്കാൻ ഇറക്കാനും മേല, ഗോതമ്പട മാത്രമേ കഴിക്കാവുള്ളൂ. ഗോതമ്പടയൊന്നും കഴിച്ചാൽ അധികം ബാത്റൂമിൻ്റെ ആവശ്യമൊന്നുമില്ല, വയറ്റിൽ നിന്ന് പോവുകയില്ല. നമ്മുടെയൊക്കെ ചില വീടുകൾ എന്തുമാത്രം സമ്പന്നമായ വീട്, എന്തുമാത്രം പണമാണ് നമ്മുടെയൊക്കെ ആളുകളിങ്ങനെ ചിലവഴിക്കുന്നത്. തമ്പുരാനുള്ള സ്നേഹം ഉണ്ടായി ചിലവഴിക്കുമോ? നല്ല വീടൊക്കെ പണിയണം, അത് താമസിക്കണം, പക്ഷേ ചെറിയവനെക്കുറിച്ച് കൂടി ഓർക്കണം, ചെറിയവനെക്കുറിച്ച് കൂടി ഓർക്കണം പ്രിയമുള്ള. സത്യത്തിൽ അത് പറഞ്ഞപ്പോൾ കണ്ണു നിറഞ്ഞു പോയി. നമ്മുടെയൊക്കെ നാട്ടിൽ ഇതുപോലെ വേദനിക്കുന്ന മനുഷ്യർ. തിരിച്ചു വന്ന ഉടനെ ഞാനെല്ലാവരെയും കൂട്ടി, പ്രിയമുള്ളവരെ, തൂത്തൂട്ടിച്ചാപ്പലിൻ്റെ പരിസരത്തുനിന്ന് മാത്രം സാധനങ്ങൾ എടുത്തപ്പോൾ ആവശ്യത്തിനൊരു ബാത്റൂം പണിയാനുള്ള പൈപ്പ്, കട്ട, പിന്നെ അവിടെ പണ്ടങ്ങാണ്ട് ഒത്തിരി ക്ലോസറ്റുകളൊക്കെ പണിതിട്ടുണ്ട്. കാരണം ധ്യാനം കൂടുന്ന ആളുകൾക്കെല്ലാം താമസിക്കണ്ടേ. അപ്പം മിച്ചയിരുന്ന ക്ലോസറ്റ് എല്ലാം കൂടി എടുത്തപ്പോൾ തന്നെ സത്യത്തിൽ ഒരു ബാത്റൂം പണിയാനുള്ള സാധനമായി. ആ പറമ്പിൽ കിടപ്പുണ്ടായിരുന്നു അത്രയും സാധനം. ഞാനെല്ലാം കളക്ട് ചെയ്യാൻ പറഞ്ഞു. എത്രയും പെട്ടെന്ന് അവർക്കൊരു ബാത്റൂം പ്രിയമുള്ളവർ പണിത് കൊടുത്തന്നേരെ. പിന്നെ കാണാൻ പോകാൻ പറ്റിയില്ല. ഓർക്കണം, നമ്മുടെയൊക്കെ ദേവാലയങ്ങളിൽ എന്തുമാത്രം പണമാണ് ആകാശത്ത് പോയി പൊട്ടി താഴേക്ക് വീഴുന്നത്. ഒരു ഗുണ്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് കത്തിച്ച് വിട്ടാൽ ബും എന്ന് പറഞ്ഞ് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ ചിന്ത ആകാശം മുഴുവൻ നിറഞ്ഞു നിൽക്കാമെന്നാണ് ഓർക്കുന്നത്. 5 മിനിറ്റ് കഴിയുമ്പോൾ നല്ല രസം, തീർന്നു. എത്ര രൂപയാ? 5000. ഒരെണ്ണം പൊട്ടി തകരുന്നതിന്. അപ്പോൾ അടുത്ത പ്രാവശ്യം ഇതാ കമ്മിറ്റിക്കാരൻ വരും, പറയും രാത്രി ഒരു 5 എണ്ണം ഇരിക്കട്ടെ, 25,000 തീർന്നു. 5 പാവപ്പെട്ടവൻ്റെ ബാത്റൂം പണിയാനുള്ള കാശാണ്
കത്തിത്തീർന്നത്. ആരുടെ കാശ്? ജനത്തിൻ്റെ കണ്ണീരിൻ്റെ വില. ജനത്തിൻ്റെ കണ്ണീരിൻ്റെ വില. നമ്മൾ ഓർക്കണം, നമുക്കൊക്കെ ആഘോഷങ്ങൾ. ആരെയാ നമ്മൾ ആഘോഷിക്കുന്നത്? നെഞ്ചു വെട്ടിക്കീറി ജനത്തിന് കൊടുത്തവനെ ഇതാ യാതൊരു വിലയുമില്ലാതെ ആഘോഷിക്കുന്ന ജനസമൂഹങ്ങൾ. അധാർമികതയും അനീതിയും കൊണ്ട് ദേവാലയങ്ങൾ നിറഞ്ഞിരിക്കുക. എന്നെയൊക്കെ ഒറ്റ പള്ളിയിൽ ഇപ്പോൾ കയറ്റുകയില്ല. കാരണം ഇതൊരു പ്രസംഗം ഒറ്റ പെരുന്നാൾ കുർബാനയ്ക്ക് വിളിക്കുകയില്ല. പെരുന്നാൾ കഴിഞ്ഞുള്ള കുർബാനയ്ക്കോ അതിന് മുമ്പുള്ള കുർബാനയ്ക്കോ വിളിക്കത്തുള്ളൂ. കാരണം പെരുന്നാളിനൊക്കെ ഈത്തൊരു കീച്ച് കഴിഞ്ഞാൽ പിന്നെ മനുഷ്യൻ വല്ലതും പൈസ ഇടുമോ? നമ്മളൊക്കെ ഓർക്കണം പ്രിയമുള്ളവരെ, ഓരോ മനുഷ്യൻ്റെ ജീവനും ജീവിതവും തമ്പുരാന് വിലയുള്ള. ആ ജീവൻ്റെയും ജീവിതത്തിൻ്റെയും സംരക്ഷകരാ ഞാനും നിങ്ങളുമൊക്കെ. അതൊന്നും മറക്കരുത് നമ്മൾ. അതുകൊണ്ടാണ് നമ്മുടെയൊക്കെ ദേവാലയങ്ങളിൽ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരണമെന്ന് പ്രാർത്ഥിച്ചാൽ എഴുന്നള്ളണമെന്ന് പ്രാർത്ഥിച്ചാൽ എഴുന്നള്ളാണെന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കാമെന്നേ ഉള്ളൂ. ഒരനുഭവങ്ങളും ഇല്ലാത്തത്. കാരണം നമ്മുടെയൊക്കെ വാക്കും പ്രവൃത്തികളുമൊക്കെ തമ്പുരാനിൽ നിന്നും തമ്പുരാൻ്റെ വചനത്തിൽ നിന്നും ഒത്തിരി അകലെയാണ്. മർക്കോസ് 7:6 ഈ ജനം അധരങ്ങൾ കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു, ഇവരുടെ ഹൃദയം എന്നിൽ നിന്ന് വളരെ ദൂരെയാണ്. വ്യർത്ഥമായിട്ട് ഇവരെന്നെ ആരാധിക്കുകയും മനുഷ്യരുടെ കൽപ്പനകൾ പ്രമാണങ്ങളായി അനുസരിക്കുമ്പോൾ തമ്പുരാൻ്റെ കൽപ്പനകൾ അവഗണിക്കുന്നു. നമ്മൾ മനസ്സിലാക്കണം പ്രിയമുള്ളവരെ. എന്തുകൊണ്ട് നമ്മുടെയൊക്കെ സഭ ഇതാ നൂറ്റാണ്ടുകളിലൂടെ ദൈവജനത്തിൻ്റെ നെഞ്ചിൽ സ്വാധീനം ചെലുത്തി വളരേണ്ടവരാണ് ഞാനും നിങ്ങളുമൊക്കെ. നമ്മളൊക്കെ ഇങ്ങനെ വളരാതെ ഇങ്ങനെ ആയിപ്പോയതിൻ്റെ പിന്നിലെ കാരണം നമ്മുടെയൊക്കെ ചില നിലപാടുകളും ബോധ്യമില്ലായ്മയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഞാനിങ്ങനൊന്നും പ്രസംഗിക്കുമ്പോൾ ആർക്കും എന്നെ ഇഷ്ടപ്പെടുകയെന്നറിയാം. ആണുങ്ങൾ കുറവായതുകൊണ്ട് പിന്നെ എനിക്ക് വലിയ കുഴപ്പമുണ്ടാകുകയില്ല. നല്ല മനുഷ്യരാണ്. ഒന്നുകിൽ പ്രസംഗിക്കുമ്പം അറ്റാക്ക് വന്ന് മരിക്കണം, ഇല്ലെങ്കിൽ എന്ത് ചെയ്യണം? കുർബാന ചൊല്ലുമ്പോഴോ കുർബാന ചൊല്ലിക്കഴിയുമ്പോഴോ അവിടെ വച്ച് ബലിപീഠത്തിൻ്റെ മുമ്പിൽ മരിച്ചു വീഴണം. ഒറ്റ ആഗ്രഹം ഇനി ഭൂമി ബാക്കിയുള്ളൂ. വേറൊരാഗ്രഹവും ഇല്ല, ഒരാഗ്രഹവും ബാക്കിയില്ല. ബാക്കിയെല്ലാം ഉണ്ട്, ദൈവം തന്നിട്ടുണ്ട്. ഒറ്റ ആഗ്രഹമേ ഉള്ളൂ. ഭദ്രാസനം വളരണമെന്നോ, ഭദ്രാസനത്തിൽ 10 നില കെട്ടിടം പണിയണമെന്നോ, പിന്നെ കോളേജ് 10 എണ്ണം പണിയണമെന്നോ ഒരാഗ്രഹം എനിക്കില്ല. പറയുമ്പോൾ ആത്മാർത്ഥമായി പറയും, ഒരാഗ്രഹമില്ല. ഒറ്റ ആഗ്രഹമേ ഉള്ളൂ. ഇതാ ബലിപീഠത്തിൻ്റെ മധ്യത്തിൽ ബലി അർപ്പിക്കുമ്പോൾ ആ ബലിപീഠത്തിൻ്റെ മുമ്പിൽ വീണ് മരിക്കണം. അത്രേ ആഗ്രഹമുള്ളൂ. അപ്പോൾ എന്താണെന്നറിയാം, ഇത് തമ്പുരാൻ എനിക്ക് വേണ്ടി അർപ്പിച്ച ബലിയാണെന്ന് ഈ സഭയ്ക്ക് ബോധ്യപ്പെടാൻ. അതുകൊണ്ട് ഓർക്കുക, നിനക്കും ഒരാഗ്രഹം ഉണ്ടാകട്ടെ. നിൻ്റെ അപ്പൻ്റെ ബലിപീഠമാണിത്. ഇതാ നിൻ്റെ അപ്പൻ നിനക്ക് വേണ്ടി അർപ്പിച്ച സ്നേഹത്തിൻ്റെ അർപ്പിച്ച ബലിപീഠം നിന്നെ ഓർമ്മിപ്പിക്കുക. 2000 വർഷം മുമ്പേ നെഞ്ചുകുത്തി പളന്നപ്പം രക്തം ചീറ്റി അങ്ങോട്ട് നിനക്ക് വേണ്ടിയായിരുന്നു. നീ കൊടുക്കുമോ നിൻ്റെ ജീവിതം? കർത്താവ് ചോദിക്കുക. ഉണ്ടോ? ഈ അടുത്ത കാലത്ത് ഒരു ചെറുപ്പക്കാരനെയും കൊണ്ട്, ഒരു പയ്യനെയും കൊണ്ട് ഒരപ്പൻ എന്നെ കാണാമെന്ന്. എന്നിട്ട് പറഞ്ഞു, എൻ്റെ തിരുമേനി, ഇവന് ബാംഗ്ലൂർ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവൻ ബൈക്കുമായിട്ട് ഇങ്ങോട്ട് പോകുന്ന വഴിക്ക് ബൈക്ക് ഇടിച്ചു, കൈ ഒടിഞ്ഞു പോയി. അങ്ങനെ അവൻ 1 മാസമായിട്ട് വീട്ടിലിരിക്കുക. ഇരുന്നപ്പോഴാണ് മനസ്സിലായി, 21 വയസ്സേ ഉള്ളൂ, 21 വയസ്സ്. അപ്പോഴാണ് മനസ്സിലായത്, ഇവൻ മിക്കവാറും ദിവസവും എല്ലാ ദിവസവും കള്ളടിക്കും. ഭയങ്കര പൂസ. അതുകൊണ്ട് തിരുമേനി ഇവനെ ഒന്ന് കൈകാര്യം ചെയ്തെടുക്കണം. നല്ല സുന്ദരനായ ചെറുപ്പക്കാരൻ, കണ്ടാൽ സൽമാൻ ഖാനെ പോലെ ഇരിക്കും, അതുപോലത്തെ കളറ്, മീശയും കൂടെ പഠിച്ചവനാണ്. ഞാൻ അവനോട് കുമ്പസാരിക്കാൻ പറഞ്ഞു. കുമ്പസാരം കഴിഞ്ഞുകൂടി അവൻ്റെ മുഖത്ത് നല്ല വെളിച്ചായി. ഞാൻ 2-3 സ്ഥലത്ത് അവനെ കൊണ്ടുപോയി. അപ്പോൾ ആളുകൾ ചോദിച്ചു, ചെമ്മാച്ചനല്ലേ? 24 മണിക്കൂറും കള്ള. ആളുകൾ ചോദിക്കുക, ചെമ്മാച്ചനല്ലേ? ഞാൻ പറഞ്ഞു, അതെ. അങ്ങനെ അവനെ ഞാൻ 2-3 ദിവസമൊക്കെ കൂടെ കൊണ്ടു നടന്നു. ഓരോ ദിവസവും വൈകുന്നേരം അപ്പം കാണാൻ വരും. ഞാൻ ഇവനോട് കാര്യങ്ങൾ ചോദിച്ചു തുടങ്ങി. അപ്പോഴാണ് അറിയുന്നത്, ഇവന് കുടി മാത്രമല്ല, ഇതാ നന്നേ ചെറുപ്പത്തിൽ തന്നെ
മദ്യം ഉപയോഗിക്കാൻ തുടങ്ങി. ഇവൻ എല്ലാ മയക്കുമരുന്നുകളും കഴിക്കുന്നവനാണ്. എല്ലാ മയക്കുമരുന്നുകളും. അത് സ്ഥിരമായിട്ട് കഞ്ചാവുണ്ട്, ബ്രൗൺ ഷുഗറുണ്ട്, പിന്നെ നാക്ക വെക്കുന്ന സാധനമുണ്ട്. അങ്ങനത്തെ എല്ലാം ഇവൻ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അവന് കുടിക്കാതിരിക്കാൻ ഇപ്പോൾ പറ്റിയ. ഞാൻ അവനോട് ചോദിച്ചു, സത്യത്തിൽ നീ കുടിക്കുന്നു എന്നുള്ളത് സത്യമാണ്, നിനക്ക് ഈ കുടിക്കണമെന്ന് തോന്നിയത് എപ്പോഴാണ്? അന്നേരം അവൻ പറഞ്ഞു, അത് എൻ്റെ പപ്പായും മമ്മിയും, പപ്പ നാട്ടിലുണ്ട്, മമ്മിയും വിദേശത്താണ്. രണ്ടുപേരുമൊക്കെ വന്നു കഴിയുമ്പോൾ അവർ സന്തോഷത്തോടെ പപ്പ പറയും, എടി കൊണ്ടുവരണം കേട്ടോ, എന്നാ കുപ്പി വില കുറച്ച് കിട്ടും. അങ്ങനെ ദുബായിൽ നിന്ന് വല്ല എയർപോർട്ടിൽ നിന്നായിരിക്കും കുപ്പിയും മേടിച്ചുകൊണ്ടാണ് വരുന്നത്. പപ്പായും മമ്മിയും ഞാൻ കൊച്ചായിരിക്കുമ്പം തൊട്ട് ടെറസിൻ്റെ മുകളിലിരുന്ന് മീനുമൊക്കെ വറുത്ത് സന്തോഷത്തോടെ ഇച്ചിരിച്ച് ഒഴിക്കും. പപ്പായി ഇച്ചിരിച്ച് ഞുണഞ്ഞുണഞ്ഞ് കഴിക്കും, മമ്മി ഇച്ചിരിച്ച് ഞുണഞ്ഞുണഞ്ഞ് കഴിക്കും. അങ്ങനെ രണ്ടും കുടിയാണ്. പെണ്ണുങ്ങൾ കുടിക്കുമ്പോൾ ബൈബിളിൽ പറയുന്ന പേരെന്നാണെന്നറിയോ? ബാശാൻ പശുക്കൾ. ആമോസ് പ്രവാചകൻ്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്, കുടിക്കുന്ന പെണ്ണുങ്ങൾക്ക് പറയുന്ന പേരാണ്. ഭർത്താക്കന്മാരോട് കുപ്പി കൊണ്ടുവരണമെന്ന് പറയുന്ന ഭാര്യമാർക്ക് പറയുന്ന പേര് ബാഷാൻ പശുക്കൾ. വടക്കമ്പരവൂർ പിന്നെ അങ്ങനത്തെ സ്ത്രീകളാരുമില്ല, നല്ല മനുഷ്യരാണെന്ന്. കന്യാമറിയാമനെ പോലെ ഇരിക്കുന്നത് കണ്ട. പള്ളിയിലിരിക്കുമ്പോൾ ഇങ്ങനെയാണെന്നേ ഉള്ളൂ, സ്വഭാവം വീട്ടിലെരുമേനാന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും ഇതുപോലത്തെ അവസ്ഥയല്ല ആ സ്ത്രീക്ക്. അവർ രണ്ടുപേരും ഇച്ചിരിച്ചൊക്കെ കുടിക്കുകയും കഴിക്കുകയൊക്കെ ചെയ്യുന്നവർ. പക്ഷേ നമ്മുടെ ആളുകളെ പോലെയാണ്, പൂസാകുകയില്ല. കാരണം കുടിച്ച് ഓടയിലൊന്നും കിടക്കുകയില്ല, പെണ്ണും കിടക്കുകയില്ല, ചെറുക്കനും ഭാര്യയും കിടക്കുകയില്ല, ഭർത്താവും കിടക്കുകയില്ല. അവർ ശകലമൊക്കെ കഴിച്ച് ഒരു സുഖവും സന്തോഷവും കിട്ടിക്കഴിയുമ്പോൾ വർത്തമാനം പറയാൻ വേണ്ടി വെറുതെ ഇരിക്കുന്നേ ഉള്ളൂ. അന്നേരം കിട്ടുന്ന കുപ്പിക്കാന്ന് ഇച്ചിരിച്ച് ഞുണഞ്ഞിറങ്ങും. അപ്പോൾ കൊച്ചു പറഞ്ഞ്, ഞാൻ പപ്പായൊക്കെ എനിക്ക് അങ്ങനെ ഭക്ഷണമൊക്കെ ഞങ്ങൾക്ക് ഐസ്ക്രീമൊക്കെ അതിനകത്തുനിന്ന് തരുമല്ലോ, അതൊക്കെ കഴിച്ചിരിക്കുമ്പം ഈ ഗ്ലാസ്സിനകത്ത് അടിയിലിങ്ങനെ ശകലം മട്ട് പോലെ കിടക്കും. അത് നാക്കെ വെക്കുമ്പം പിരിപിരിപിരിപിരാന്നൊരു സുഖ. അങ്ങനെയാണ് ആദ്യമായിട്ട് ഈ സംഭവം നമ്മൾ പഠിച്ചത്. കണ്ടോ എവിടുന്നാണ് കിട്ടിയത്? മക്കളുടെ ജീവിതത്തിലേക്ക് മാതാപിതാക്കന്മാർ കൈമാറി കൊടുക്കാത്ത ഒന്നും അവർക്ക് കിട്ടുകയില്ല, നന്മയായാലും തിന്മയായാലും. അതുകൊണ്ടല്ലേ നമ്മളൊക്കെ ഇതാ ചില വേദികളിൽ നമ്മളൊക്കെ ചില മുദ്രാവാക്യം വിളിക്കാറുണ്ട്, തലമുറ തലമുറ കൈമാറി കെടാതെ ഞങ്ങൾ സൂക്ഷിക്കും. ഇപ്പം എന്നാ അങ്ങനെ സൂക്ഷിക്കുന്നത്? പാപം. കണ്ടില്ലേ ഒരപ്പൻ മക്കൾക്ക് കൊടുത്തത്? ഇതുപോലത്തെ സംവിധാനമാണ് കൊടുത്തത്. ഞാൻ വയനാട്ടിലിരിക്കുന്ന സമയത്ത് ഒരു പള്ളി പ്രശ്നം തീർക്കാൻ വേണ്ടി കിടന്ന് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. അങ്ങനെ കഷ്ടപ്പെട്ട് എല്ലാ സംഭവവും ശരിയായി, പള്ളി പ്രശ്നം തീരാൻ പോകും. 36 വർഷമായിട്ടുള്ള കേസ് 2 പള്ളിക്കാരും കൂടെ കൂടി നമ്മുടെ ജനങ്ങൾ തമ്മിൽ എഴുതി തീർക്കാൻ പോവുക. യുവാക്കന്മാരെല്ലാം അങ്ങോട്ടും നല്ല ആയി, നമുക്ക് തീർത്തേക്കാം. അങ്ങനെ എല്ലാം തീരാറായി. അപ്പോൾ ഒരു അച്ചായൻ കയറി വന്നു, ഒരു ഭാര്യയും കൊണ്ട് കൂടെ, അമ്മയുണ്ട്. അമ്മ അപ്പനോട് കൂടെ വന്നിട്ട് അപ്പൻ എന്നോട് പറഞ്ഞു, തിരുമേനി പള്ളിപ്രശ്നമൊക്കെ എഴുതി തീർക്കാൻ പോവുക അല്ലേ? ഞാൻ പറഞ്ഞു, തീരട്ടപ്പച്ച, തീരട്ടെ. എൻ്റെ ഭാര്യയായി നിൽക്കുന്നത്. എൻ്റെ ഭാര്യയുടെ വയറ്റിനിട്ട് സഭാക്കേസിൻ്റെ കാലത്ത് പോലീസ് ഒരു ചവിട്ടിയെ വിട്ടിട്ട് അപ്പം പ്രസവിച്ചെൻ്റെ ഭാര്യ. അങ്ങനെ ഉണ്ടായ കുഞ്ഞാവൻ ഉണ്ടോ, മകനെ തൊഴുക, അങ്ങനെ ഉണ്ടായ കൊച്ചാണ് നിൽക്കുന്നത്. എൻ്റെ ഭാര്യയുടെ നെഞ്ച് ചവിട്ടി കലക്കിയ അനുഭവം, അങ്ങനത്തെ മുറിവുണ്ട് എനിക്ക്, അങ്ങനത്തെ വികാരമുണ്ട്. അതുകൊണ്ട് തീരുമ്പോൾ ഞങ്ങൾക്കൊക്കെ ഇച്ചിരി ദണ്ണമുണ്ട്. ഞാൻ എൻ്റെ കണ്ണ് നിറഞ്ഞു. സത്യത്തിൽ ഒരു ഭാര്യയുടെയൊക്കെ വയറ്റിൽ ചവിട്ടുക എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ ഓർത്തു, ദൈവമേ, അന്നത്തെ കാലത്ത് അങ്ങനെ എൻ്റെ അമ്മയുടെ വയറ്റിൻ്റെ ചവിട്ടിയിരുന്നെങ്കിൽ എൻ്റെ കാര്യം പോക്കടിച്ചേന്. പിന്നെ തലയുടെ ഭാഗത്ത് വല്ല ചവിട്ട് കിട്ടുന്നെങ്കിൽ ഈ മുടിത്തോപ്പി വല്ലതും ചേരുമോ? വളഞ്ഞിരിക്കുന്ന മുടിത്തോപ്പി ഉണ്ടാക്കേണ്ടി വരും. അപ്പോൾ എനിക്ക് സങ്കടമായി. അപ്പം ഞാൻ അച്ചായനെ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, സത്യത്തിൽ ഇനി നമ്മുടെ ആരുടെയും കുഞ്ഞുങ്ങൾക്ക് ചവിട്ട് കിട്ടരുത്. ഇനി നമ്മുടെ ആരുടെയും കുഞ്ഞുങ്ങളുടെ തലക്കിട്ട് ചവിട്ട് കിട്ടാനിടയാകരുത്. ഒരു സ്ത്രീയുടെയും ഉദരം എന്ന് പറയുന്നത്, ഓരോ സ്ത്രീയുടെ ഉദരം ദൈവം അനുഗ്രഹിച്ചു കൊടുത്ത പറുദീസായ. അവിടെ ഇനി ഒരു ക്രിസ്ത്യാനിയുടെയും കാല് പൊങ്ങാനിടയാകരുത്. അതുകൊണ്ട് തലമുറകൾക്ക് അനുഗ്രഹമായി ഈ പ്രശ്നം തീരട്ടെ. പ്രിയമുള്ളവരെ,
ആ 3 ദേവാലയങ്ങൾ 36 വർഷം കേസുകളും ബുക്കാറുമായി നടന്നിരുന്ന 3 ദേവാലയങ്ങളുടെ പ്രശ്നങ്ങൾ ഇതോടെ ഇല്ലാതായി തീർന്നു. ഉണ്ടോ? ജനങ്ങൾ സന്തോഷത്തോടെ കരം പിടിച്ച് പിരിഞ്ഞുപോയി. സമാധാനവും സന്തോഷവും വന്നു. ഉണ്ടോ? എൻ്റെ ഒറ്റ ആഗ്രഹം ഉണ്ടായിരുന്നു. വയനാട് വിട്ടു പോരുമ്പോൾ ഒരാഗ്രഹം, ഇതാ തലമുറകൾക്ക് വൈരാഗ്യവും വിദ്വേഷവും കൈമാറി കൊടുക്കുന്ന ഒരുവനാകരുത് ഞാൻ. ഇത്രയും ആഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ. പരസ്പരം ഇതാ എല്ലാ പള്ളികളിലെയും കേസുകൾ അവസാനിച്ചപ്പോൾ ഞാൻ അവിടുന്ന് യാത്ര പറഞ്ഞ് പടിയിറങ്ങി. ഈ അടുത്ത കാലത്ത് ഓർത്തഡോക്സ് പള്ളിയിലെയും യാക്കോബ പള്ളിയിലെ അച്ഛന്മാർ എന്നെ കാണാം, 2 കൂട്ടരും കാണാൻ വന്നിട്ട് പറഞ്ഞു, തിരുമേനി ഞങ്ങൾ പള്ളി പണിതുകൊണ്ടിരിക്കുക. ഓർത്തഡോക്സിലെ അച്ഛൻ പറഞ്ഞു, ഞങ്ങൾ ചെങ്ങന്നൂർ ഭാഗത്ത് പൈസ പിരിക്കാൻ പോയിട്ട് വരിക ദേവാലയം പണിയാൻ. വളരെ സന്തോഷം. യാക്കോബയിലെ ആളുകൾ വന്നു, ഞങ്ങളും ദേവാലയം പണിയാം. 2 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ 2 കൂട്ടർക്കും സത്യത്തിൽ വിഷമമൊന്നും തോന്നരുത്, 5000 രൂപ എടുത്ത് 2 പേരുടെയും കൈ കൊടുത്തു. നിങ്ങൾ 2 പേരും പള്ളി പണിതു. എൻ്റെ കയ്യിൽ അത്രേ ഉണ്ടായിരുന്നുള്ളൂ. കൊടുത്തു. 2 പേരും പണിയേ. സമാധാനമായല്ലോ. ഒത്തിരി സമാധാനം. എല്ലാ പ്രശ്നവും തീർന്നു. ദേവാലയങ്ങൾ ഉയരട്ടെ. മനോഹരമായി 36 വർഷമായി ഇതാ ചുക്കിലി പിടിച്ച് ഇടിഞ്ഞിപ്പോൾ തലയിൽ വീഴുമെന്ന് പറഞ്ഞ ദേവാലയങ്ങൾക്ക് അപ്പുറത്ത് പുതിയ ദേവാലയങ്ങൾ ഉയരാൻ തുടങ്ങി. തലമുറയ്ക്ക് കൈമാറാൻ നമുക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവണ്ടേ? ഓർക്കണം, നമ്മുടെയൊക്കെ മനസ്സിൻ്റെ ഉള്ളിൽ എന്തുമാത്രം പകയും വിദ്വേഷവും വൈരാഗ്യം. നമുക്കെന്ത് നേടാൻ പറ്റി? സമൂഹത്തിന് എന്ത് കൊടുക്കാൻ പറ്റി? ഒന്നും ആയില്ല. അപ്പോൾ ഓർക്കണം, ഈ പയ്യൻ, ഞാൻ അപ്പനോടും അമ്മയോടും, അപ്പനത് കഴിഞ്ഞ് വൈകുന്നേരം കാണാൻ വന്നു. ഈ സംഭവം എന്നോട് ഈ മകൻ പറഞ്ഞു. വൈകുന്നേരം അപ്പം കാണാൻ വന്നു. അപ്പം കാണാൻ വന്നിട്ട് ചോദിച്ചു, മോൻ എങ്ങനെ ഉണ്ട്? അപ്പം ഞാൻ ചോദിച്ചു അവൻ്റെ മുഖത്തോട്ട് നോക്കി എങ്ങനെ ഉണ്ടെന്ന്. തിരുമേനി നല്ല വെട്ടമൊക്കെ ആയി, നല്ല പ്രകാശമൊക്കെ ആയിട്ടുണ്ടെന്ന്. അപ്പം ഞാൻ പറഞ്ഞു, അതെ, ഞാൻ എൻ്റെ മുറിക്കകത്ത് എനിക്ക് ഈ പട്ടി, പൂച്ച, പിന്നെ യമു, പിന്നെ കോഴി, താറാവ്, പിന്നെ ഗൾഗം, പിന്നെ ലവ് ബേഡ്സ്, ഇങ്ങനത്തെ പക്ഷി മൃഗാദി ഇഴജന്തുക്കളോടൊക്കെ എനിക്ക് വളരെ താല്പര്യമാണ്. അപ്പോൾ എനിക്കൊരു ഓന്തിനെ വളർത്തിയാൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ട്. ഓന്തൊക്കെ എന്ത് ഭംഗിയാണ് കാണാൻ, ഓരോ സമയത്ത് ഓരോ കളറ്. നമ്മുടെ ഈ അമേരിക്കയിലും UK യിലൊക്കെ പിള്ളേർക്ക് ഈ ഓന്തിനോടൊക്കെ ഭയങ്കര താല്പര്യമാണ്. അവിടെയൊക്കെ ഓന്തിനെയൊക്കെ വളർത്തുന്നവരുണ്ട്. ഓന്തിനൊന്ന് ആലോചിച്ച് നോക്കി, ചില സമയത്ത് പച്ച കളറ്, ചില സമയത്ത് ചുവന്ന കളറ്, ചില സമയത്ത് നീല കളറ്, ഏത് കളറ് വേണമെങ്കിലും ആകും. ഇത്രയും ഭംഗിയുള്ളൊരു ജീവി എന്നാണ് ഉള്ളത്, ഓന്തിനെ പോലെ. അതുകൊണ്ടല്ലേ നമ്മളൊക്കെ പറയുന്നത് ഓന്തിനെ പോലെ നിറം. അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് ഇങ്ങനത്തെ ഇൻട്രസ്റ്റ് ഉള്ള ഒരാളാണ്. അപ്പോൾ ഒരു ദിവസം ഇതാ അവിടെ ഒരു പാമ്പും കുഞ്ഞ് കിടക്കുന്നുണ്ട്. പാമ്പും കുഞ്ഞ്. ആളുകൾ പറഞ്ഞു, തിരുമേനി ഇവിടെ പാമ്പും കുഞ്ഞ്. 2-3 എണ്ണത്തിന് അവർ തല്ലിക്കൊല്ലും. ഞാൻ പറഞ്ഞു, കൊല്ലരുത്, ഇതൊക്കെ റയർ കേസാണ്. നോക്കിയപ്പോൾ കൊണ്ടാ ഇത്രയും നീളമുള്ളൊരു പാമ്പും കുഞ്ഞ്. ഞാനിങ്ങനെ കമ്പും കൊണ്ട് മറിച്ച് നോക്കിയപ്പം തലയിൽ നല്ല ഡിസൈൻ. എന്താണ് സംഭവം? എന്താ പാമ്പ്? മൂർഖൻ. ഞാൻ പറഞ്ഞു, ഇത് മൂർഖനാ, റയർ കേസായത്, ഇത് കളയാൻ പാടില്ല, നല്ലരുത്. ഞാൻ പതുക്കെ ഒരു കുപ്പിക്കകത്ത് ഇവനെ ഇറക്കി. എന്നിട്ട് ഞാൻ കുര്യനൊഴിച്ചുകൊണ്ട് പറഞ്ഞു, അച്ഛാ, നമുക്ക് ഈ മൂർഖൻ പാമ്പിനെ വളർത്തണം. അച്ഛൻ ചോദിച്ചു, നമുക്കൊരു ഗ്ലാസ് കൂടെ ഉണ്ടാക്കണം, ഇത്ര എൻ്റെ മുറിക്കകത്ത് വെക്കാനായിട്ട് ഒരു ഗ്ലാസ് കൂടെ ഉണ്ടാക്കണം. അപ്പോൾ അച്ഛൻ എന്നോട് ചോദിച്ചു, തിരുമേനി രാത്രി പണിക്ക് നമ്മൾ പോണോ? അപ്പം ഞാൻ ചോദിച്ചു, എൻ്റെ മുറിയിൽ പാമ്പിനെ വളർത്താൻ അച്ഛന് വല്ലോ കുഴപ്പമുണ്ടോ? അച്ഛന് മുടക്ക് വല്ലതും ഉണ്ടോ? ഇല്ല. അച്ഛൻ പറഞ്ഞു, ഇല്ലെന്ന് പറഞ്ഞു. അച്ഛന് മുടക്കൊന്നും ഇല്ലല്ലോ? ഇല്ല. എന്നാൽ അച്ഛൻ്റെ പണി നോക്ക്. അച്ഛനങ്ങ് പോയി. വേറെ ഒരാളെന്നേരത്തിന് അതിലേ വന്നു. ഞാൻ പറഞ്ഞൊരു ഗ്ലാസ് കൂടെ ഉണ്ടാക്കാനാണ്, അളവെടുക്കാൻ വിളിച്ചാ. അത് തിരുമേനി, അത് ഈ പാമ്പിനെയൊക്കെ നമ്മൾ വളർത്തണോ? ഞാൻ പറഞ്ഞു, ഇയാൾക്ക് മുടക്ക് വല്ലതും ഉണ്ടോ? ഇല്ല, ഞങ്ങൾക്ക് മുടക്കൊന്നുമില്ല. എന്നാൽ പിന്നെ ഇയാളുടെ പണി നോക്ക്. ഞാൻ തന്നെ ഗ്ലാസ് കൂടൊക്കെ മേടിച്ചു, ഉണ്ടാക്കി. ഈ പാമ്പും കുഞ്ഞിനെ അതിനകത്തിട്ടു. ഈ പാമ്പും കുഞ്ഞിനെ അതിനകത്തിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പാലൊഴിച്ച് കൊടുക്കും. പാമ്പും കുഞ്ഞ് പാലിങ്ങനെ നക്കി തിന്നുമ്പം എനിക്ക് വളരെ സന്തോഷം. പാമ്പ് വളരുക. അതിൻ്റെ കൈ വളരുന്നുണ്ടോ കാല് വളരുന്നുണ്ടോ എന്ന് നോക്കിയിരുന്നു. ഇതാ സംഗതി അങ്ങ് വളരാൻ തുടങ്ങി. കുറേ ദിവസം കഴിഞ്ഞപ്പോൾ ഇവനങ്ങോട്ട് വളർന്നു. ഇതാ പത്തിയൊക്കെ എടുത്ത് ഇങ്ങനെ അങ്ങോട്ട് വീശാൻ തുടങ്ങിയപ്പോൾ എനിക്ക് സന്തോഷമായി. കണ്ടോ, നമ്മളെ പത്തിയെടുക്കുന്നു, നമ്മൾ കൊടുത്തതിനെല്ലാം ഉപകാരമായി. അവൻ പത്തി വിടർത്തി ഇങ്ങനെ നിൽക്കുന്നു, ആടുന്നു.
എനിക്ക് വളരെ സന്തോഷം. അങ്ങനെ കാലങ്ങ് പോയി. അപ്പോഴാണ് ഒരു ദിവസം പെരുന്നാൾ ബുക്ക് ചെയ്യാൻ 2-3 പേര് എൻ്റെ മുറിയിലേക്ക് കയറി വന്നു. ഇതാ തൊട്ടടുത്ത് വാതുക്കലിരിക്കുകയല്ലേ ഇവൻ ഗ്ലാസ് കൂട്. ഇതാ ഗ്ലാസ് കൂട്ടിൽ നിന്നും പാമ്പ് 10 വിടർന്നു ഷൂ എന്ന് പറഞ്ഞൊരു ചീറ്റ്. പള്ളിക്കാർ പേടിച്ചോടി. അയ്യോ, ഈവറീസയുടെ മധ്യസ്ഥതയിലാണ് നമ്മുടെ കാര്യം. അതുകൊണ്ട് പാമ്പിനെ കണ്ടപ്പോൾ ആൾ പേടിച്ചോടി. നമുക്ക് ഓർക്കണം, നമ്മുടെയൊക്കെ വീട്ടിൽ പട്ടിയെ വളർത്താറുണ്ട്. വളർത്തുന്ന പട്ടി ആളുകളുടെ നേരെ നോക്കി കുരയ്ക്കുമ്പോൾ അവർ പേടിച്ചോടുമ്പോൾ നമുക്ക് സന്തോഷമാണോ സങ്കടമാണോ? കൊള്ളാം, നല്ല പട്ടിയാണ്. നമ്മുടെ പട്ടി അഴിച്ചുവിട്ട് ആരുടെയെങ്കിലും ദേഹത്ത് കയറുകയോ ചാടി കയറുകയോ അവരെ മറിച്ചിടുകയോ ചെയ്താലോ നമുക്ക് സന്തോഷമാണോ സങ്കടമാണോ? പുറമേ വരും, അയ്യോ പട്ടി കടിച്ചല്ലേ, എന്നാലും ഉള്ളിൽ സന്തോഷം. എടാ കൊടുത്തല്ലോ, നീ മിടുക്കലാ, നീ കണ്ടോ, നമ്മുടെ മനസ്സ് സന്തോഷമാണ് എന്ന് പറഞ്ഞ പോലെ പാമ്പ് പത്തി കിടത്ത് പള്ളിക്കാർക്കിട്ട് വീശിയപ്പോൾ എനിക്ക് നല്ല സന്തോഷമായി. കാരണം എന്താ? പാല് കൊടുത്ത് വളർത്തിയവൻ പത്തി ഉയർത്താൻ തുടങ്ങി. എനിക്ക് സന്തോഷമായി. പക്ഷേ ഒരു ദിവസം ഇതാ മുകളിലൊരു സാധനം ഇരിപ്പുണ്ടായിരുന്നു. അത് ഒരു ലൈറ്റായിരുന്നു. ലൈറ്റിൻ്റെ വയറിനെന്തോ സംഭവിച്ചു. അത് പറഞ്ഞ് ഗ്ലാസ് കൂടിൻ്റെ മുകളിലേക്ക് ടപ്പ്, ഗ്ലാസ് കൂടങ്ങ് പൊട്ടി. ഗ്ലാസ് കൂട് പൊട്ടുകയും പാമ്പ് താഴേക്ക് ചാടി ഇത് അളമാരി കീഴയിലേക്ക് കയറി അങ്ങ് പോയി. ഞാൻ വന്ന് നോക്കി, ലൈറ്റ് അടിച്ച് നോക്കി, പാമ്പെന്തി കാണുന്നില്ല. പാമ്പിനെ നോക്കിയിട്ട് കാണുന്നില്ല. ഞാൻ കുര്യനച്ഛനെ വിളിച്ചു. അന്നേരം സന്ധ്യയായി, സന്ധ്യാപ്രാർത്ഥന കഴിഞ്ഞ സമയമാണ്. അച്ഛനെ വിളിച്ചു. അച്ഛൻ വന്നു, എന്നാ തിരുമേനി? ബാറക്കുമോർ. അപ്പം ഞാൻ പറഞ്ഞു, പാമ്പ് അടിയിലോട്ട് കയറിപ്പോയിട്ടുണ്ട്. അന്നേരം അച്ഛൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നമുക്ക് നാളെ രാവിലെ പിടിക്കാം. രാത്രി എങ്ങനെ പാമ്പിനെ പിടിക്കുന്നത്? നാളെ രാവിലെ പിടിക്കാം. എന്നിട്ട് എന്നോട് പറഞ്ഞു, ഈ അടുത്ത കാലത്ത് ഫേസ്ബുക്കിൽ ഒരു ചിത്രം കണ്ടായിരുന്നു. നമ്മുടെ പരുമലയിൽ കൂറിലോസ് തിരുമേനി ഒരു അരമന പണിതിട്ടുണ്ട്. ഒരു ദിവസം ഒരു ചെറുപ്പക്കാരൻ അങ്ങോട്ട് ചെന്ന് ചാടി കയറി. ആരാന്നറിയോ? സുരേഷ്, പാമ്പിനെ പിടുത്തക്കാരൻ സുരേഷ്. നിങ്ങൾ കണ്ടായിരുന്നോ ഫേസ്ബുക്കിൽ? പാമ്പിനെ ആയിട്ട് തിരുമേനിയുടെ അരമനയിലോട്ട് കഴുത്താൽ ചുറ്റിയിട്ടിരിക്കുക ഒരെണ്ണത്തിന്. അപ്പോൾ തിരുമേനി ആദ്യം ഒന്ന് വരണ്ടു, പിന്നെ വർത്താനൊക്കെ പറഞ്ഞു. പാമ്പിനെ കാണിക്കാൻ കൂട്ടിയെന്നാ, അതിലെങ്ങാണ്ട് പോയപ്പോൾ തിരുമേനിയെ കാണിക്കാൻ കൂട്ടിയെന്നാ. അത് ഫേസ്ബുക്കിൽ പരസ്യമായിട്ട് വന്നു. അപ്പോൾ ഞാൻ ഓർത്തു, സുരേഷ് ഇപ്പോൾ എവിടെയായിരിക്കും? സുരേഷിൻ്റെ പ്രത്യേക മധ്യസ്ഥയിൽ അഭയപ്പെട്ട് ഞാൻ പ്രാർത്ഥിച്ചു, സുരേഷേ നീ ഇപ്പോൾ എവിടെയാ? രാത്രി സുരേഷിനെ വിളിക്കാൻ പറ്റുമോ? ഫോൺ നമ്പരും ഇല്ല. ഞാൻ ഇതാ കസേരയെന്ന് സിംഹാസനത്തിൽ നിന്ന് മേശപ്പുറത്തോട്ട് കയറി അവിടെ ഇരുന്നു. കാരണം എന്താ? ഇവൻ എപ്പോഴാണ് ഇറങ്ങുന്നെന്ന് അറിയാൻ പറ്റിയ. ഇതാ ഞാൻ വലത്തേക്ക് തിരിഞ്ഞു നോക്കി, എന്നെ അറിയുന്നില്ലെന്ന് കണ്ടു. സങ്കേതസ്ഥലം എനിക്കില്ലാതെ അപ്പുറത്തെ മുറിയിൽ ഇതാ ഈ ഗോതമ്പിൻ്റെ പൊടിക്കുന്ന മില്ല് ഓണാക്കി വെച്ച പോലെ ഒച്ച, കുര്യനച്ചൻ കൂർക്കം വലിക്കുന്നത്. പുള്ളിക്ക് വളരെ സമാധാനം. കാരണം കുറേ നാളായിട്ട് ഉറക്കമില്ലായിരുന്നു. കാരണം എന്താ? ഇതിനെക്കുറിച്ചുള്ള ഓർമ്മയാണ്. ഇതാ പൊട്ടിയിട്ട് നമ്മുടെ മുറിയിലോട്ടാണല്ലോ ഇറങ്ങിയിരിക്കുന്നത്. അച്ഛന് വല്ല കുഴപ്പമുണ്ടോ? അച്ഛൻ മുറി നല്ലോണം പൂട്ടി താക്കോട്ടെ. എനിക്ക് രാത്രിയിൽ മേശപ്പുറത്ത് നിന്ന് ഇറങ്ങാൻ മേല. ഞാനിങ്ങനെ നോക്കുന്നുണ്ട്, കണ്ടോ? ഞാൻ എന്നിട്ട് ഈ മനുഷ്യനോടൊരു ചോദ്യം ചോദിച്ചു. എൻ്റെ മുറിയിൽ ഞാൻ വളർത്തിയ പാമ്പ് ചാടിയാൽ, കൂട് പൊട്ടിച്ചാടിയാൽ ആർക്കിട്ട് കടിക്കുമെന്ന് ചോദിച്ചു. ആർക്കിട്ട് കടിക്കും? ആദ്യം കടിക്കുന്ന ആർക്കിട്ടായിരിക്കും? എൻ്റെ മുറിയിൽ ഞാൻ പാലൂട്ടി വളർത്തിയ പാമ്പ് കടിക്കുകയാണെങ്കിൽ ആദ്യം എന്നെ കടിക്കും. എന്നിട്ട് ഞാൻ പറഞ്ഞു, 10-21 വർഷമായിട്ടേ ഇയാൾ പാലൂട്ടി വളർത്തിയൊരു പാമ്പുണ്ടായിരുന്നു. എന്താ? മദ്യപാനം. ഇപ്പോൾ അത് ചീറ്റാൻ തുടങ്ങിയപ്പോൾ നിങ്ങൾക്ക് സന്തോഷമായി. കടിച്ചു. ആർക്കിട്ട് കടിച്ചു? നിനക്കിട്ട് കടിച്ചു. നിന്റെ ഏകപുത്രൻ്റെ കടിച്ചു. അതാണ് ഈ കിടക്കുന്നത്, ഈ നിൽക്കുന്നത്. മദ്യപാനം 21ാമത്തെ വയസ്സിൽ ജീവിതം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ കള്ളിനും കഞ്ചാവിനും അടിമയായി തീരാൻ കാരണം ഈ പാപം ആര് പകർന്നതാ? ആര് പകർന്നതാ? അപ്പൻ പകർന്നു കൊടുത്ത പാവ. കണ്ടോ? ഓർത്തോണം, നിങ്ങൾ താരാട്ട് പാടി വളർത്തുന്ന പാമ്പ്, നിങ്ങൾ തലോടി വളർത്തുന്ന പാമ്പ്
നിന്റെ ജീവിത സായാഹ്നത്തിന് മുമ്പ് നീ ഭൂമിയിൽ നിന്ന് ഇതാ ശവപ്പെട്ടിയിൽ ഇവിടുന്ന് വേർപെടുന്നതിന് മുമ്പ് നിന്നെ കടിക്കും. നിന്റെ മക്കളിലൂടെ ആയിരിക്കാം, നിന്റെ തലമുറയിലൂടെ ആയിരിക്കും നീ കടി കൊള്ളേണ്ടി വരും. പാപത്തെ പാലൂട്ടി വളർത്തുന്നവൻ ഓർത്തോണം. അന്ന് ഞാൻ ചിന്തിച്ചതുപോലെ സുരേഷ് എന്ത് ചെയ്യുന്നു ചോദിക്കുമ്പം പാമ്പ് പിടുത്തക്കാരൻ സുരേഷിനെ ചിലപ്പം സമയത്ത് കണ്ടെന്ന് വരികയില്ല. ഞങ്ങളൊക്കെ പാമ്പ് പിടുത്തക്കാരാണ്. പാപത്തെ പിടിച്ച് നിർവീര്യമാക്കുന്നവർ. അതിനല്ലേ പാപവിമോചകരായി പൗരോഹിത്യം നൽകി ഞങ്ങളെ അയച്ചിരിക്കുന്നത്. നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ നിങ്ങൾ പാലൂട്ടി വളർത്തിയ പാമ്പ് കടിക്കുമ്പോൾ ഒരു പക്ഷേ സമയത്ത് എത്തിച്ചേരാൻ ഞങ്ങളെ കൊണ്ടായെന്ന് വരികയില്ല. സമയത്ത് ഈ പാമ്പ് നിങ്ങളുടെ ജീവിതത്തിൽ ചുറ്റിവരിയുമ്പോൾ പാമ്പ് പിടുത്തക്കാരൻ സുരേഷ് അവിടെ ഉണ്ടാവുകയില്ല. ഓർത്തോണം. അതുകൊണ്ട് ഇന്ന് തമ്പുരാൻ നൽകുന്ന അവസരം ജീവിതത്തിലുള്ള സകല പാപങ്ങളെയും വേരോടെ പിഴുതെറിഞ്ഞ് ശുദ്ധമായൊരു മനസ്സ് തമ്പുരാൻ ഇരിക്കാൻ പറ്റുന്നൊരിടം അത് നീ ഒരുക്കണം. ദൈവം ആഗ്രഹിക്കുന്നുണ്ട് പ്രിയമുള്ളവർ. തമ്പുരാൻ നമ്മളിൽ നിന്ന് ഈ ധ്യാനത്തിലൂടെ പ്രതീക്ഷിക്കുന്നതാണ്. നിൻ്റെ ഈ ഹൃദയം എനിക്കിരിക്കാൻ ഒരിടാക്കി തരാവും. നിൻ്റെ ഈ ഹൃദയമുണ്ടല്ലോ എനിക്ക് വേണ്ടി ഒരുക്കപ്പെട്ട വാസസ്ഥലമാണ്. അത് നീ തുറന്നു തരൂ. ഇതാ തമ്പുരാൻ ചോദിക്കും. കുറേ നാളുകൾക്ക് മുമ്പ് ഞാനൊരു ധ്യാന കേന്ദ്രത്തിൽ ഇതുപോലെ ഒരു ധ്യാന പ്രസംഗം നടത്തിക്കൊണ്ടിരിക്കുക. പള്ളിമുറിയിലേക്ക് നോക്കിയപ്പോൾ പള്ളിമുറിയുടെ വാതുക്കൽ ഒരു അപ്പൻ തൻ്റെ ഒരു 22 or 23 വയസ്സ് കാണുന്ന ഒരു മകളെയും കൊണ്ട് അവിടെ നിൽപ്പുണ്ട്. കുറേ നേരം പ്രസംഗമൊക്കെ നടത്തി പാട്ടൊക്കെ പാടി ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ എനിക്ക് തോന്നി എന്തോ അത്യാവശ്യത്തിന് വന്നതാണ്. നിങ്ങൾക്ക് വിശക്കാൻ തുടങ്ങിയോ? ഇല്ലേ? ഇല്ല. എന്നാൽ തുടരാൻ ഞാൻ അന്നേരത്തിന് അതാ കിടക്കാൻ ഒത്ര താല്പര്യമില്ല. ഈ സംഭവം ഇവിടെ പറഞ്ഞ് ഞാനങ്ങ് അവസാനിപ്പിച്ചേക്കാം. എനിക്കിനി തിരിച്ച് വീട്ടിൽ ചെല്ലണം. അല്ല, വീട്ടിലല്ല, കോട്ടയത്ത് ചെല്ലണം. മണർകാട്ടുപള്ളിയിൽ ഏകദേശം 4000-ഓളം പേര് എല്ലാ മാസവും വരും ധ്യാനം കൂടാൻ. സായാഹ്ന ധ്യാനം. നമ്മുടെ സായാഹ്ന ധ്യാനം ആദ്യത്തെ സായാഹ്ന ധ്യാനം കഴിഞ്ഞ് പ്രിയമുള്ളവർ അന്നാണ് കുരിശ് എണ്ണ വാർത്തത്. കരഞ്ഞു. എനിക്കും ഒത്തിരി സങ്കടമായി. കുരിശ് കരഞ്ഞു. കണ്ടോ, എണ്ണ ഒഴുകാൻ തുടങ്ങി. എനിക്കത് അത്ഭുതമായിട്ടൊന്നും തോന്നിയില്ല. കാരണം എന്താ? തമ്പുരാൻ പോലും കരഞ്ഞുപോയി. തിരുവചനം സ്വീകരിക്കാത്ത മനുഷ്യരെ കണ്ടപ്പോൾ തമ്പുരാൻ പോലും കരഞ്ഞുപോയി. ഒത്തിരി പാപികൾ മാനസാന്തരപ്പെട്ടു, മദ്യപാനികൾ എല്ലാം മാനസാന്തരപ്പെട്ടു. അപ്പോൾ എന്തായാലും ഈ പെണ്ണവിടെ അങ്ങനെ നിൽക്കുക. ഞാൻ ഓടിച്ചെന്നിട്ട് ചോദിച്ചു, ഒരു പാട്ട് പാടാൻ പറഞ്ഞു ജോമോനോട്. ഞാൻ ഇറങ്ങിച്ചെന്ന് ചോദിച്ചു, എന്താ വന്നത്? ഉടനെ പറഞ്ഞു, അപ്പം പറഞ്ഞു, കുഴഞ്ഞൊരു പ്രശ്നമാണ് തിരുമേനി, ഒരു പറയാൻ വേണ്ടി വന്നു. ഞാൻ മുറി കയറി കസേരയിലും ചോദിച്ചു, എന്താ പ്രശ്നം? ഉടനെ പറഞ്ഞു, ഞാനിവളെ 5 ലക്ഷം രൂപ ലോൺ എടുത്ത് BSc നേഴ്സിങ്ങിന് തേനിക്ക് പഠിക്കാൻ വിട്ടു. തേനി എവിടെയാ? തേനി. അവൾ അവിടെ ചെന്ന് 1 വർഷം കഴിഞ്ഞപ്പം അവിടെ ഇതാ മെസ് ഹാളിൽ പാത്രം കഴുകുന്ന ഒരു ചെറുപ്പക്കാരൻ, മുസ്ലിം ചെറുപ്പക്കാരൻ, പാത്രം കഴുകുന്നവനാണ്. അവനെ കണ്ടപ്പം ഭയങ്കര സ്നേഹം, അങ്ങനെ പ്രേമായി. ഇതാ കോഴ്സ് കഴിഞ്ഞു. കോഴ്സ് പൂർത്തിയാകാറായി. ഇപ്പോൾ അവൾ പറയുന്നത്, ഞാൻ അവനെ കല്യാണം കഴിക്കത്തുള്ളൂ. എൻ്റെ 5 ലക്ഷം പോയി. IELTS പഠിപ്പിച്ച് UK വിട്ട് ഒരു പുതിയ വീട് വെക്കണമെന്നൊക്കെ വിചാരിച്ചാണ്. നമ്മുടെയൊക്കെ ആളുകൾ മുതൽ മുടക്കുമ്പോൾ ഒത്തിരി സ്വപ്നങ്ങളാണ്. ചിലതൊക്കെ പെട്ടെന്ന് തകർന്ന് വീഴാറുണ്ട്. എല്ലാം തീർന്നില്ലേ തിരുമേനി? ഇപ്പോൾ കടുംപിടുത്തം. ഇപ്പം ഇങ്ങനത്തെയുള്ള കേസുകളുമൊക്കെ ആയിട്ട് ഈ തൂത്തുട്ടിപ്പള്ളി വരികയാണെങ്കിൽ ഇവിടുത്തെ അച്ഛന്മാരെല്ലാം കൂടി ഇതൊരു പൊട്ടിച്ചൊരു പരിവാക്കി തരുമെന്ന് ഇങ്ങനെ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് വന്നതാണ്. അപ്പം ഞാൻ ആ പെണ്ണിനോട് അവിടെ ഇരിക്കാൻ പറഞ്ഞു, അപ്പനോടും ഇരിക്കാൻ പറഞ്ഞു. എനിക്കറിയാവുന്നതൊക്കെ ഞാൻ ആ പെണ്ണിനെ ഉപദേശിക്കാൻ തുടങ്ങി. ഞാൻ ചോദിച്ചു, എടി കൊച്ചേ, നീ ഇപ്പോൾ ഇട്ടിരിക്കുന്ന ഈ ഡ്രസ്സ് ആരും മേടിച്ചെന്ന്? അപ്പോൾ അവൾ പറഞ്ഞു, പപ്പ. ഞാൻ പറഞ്ഞു, ആണല്ലോ, അതെ. നിൻ്റെ ശരീരത്തിലെ കോശത്തിൽ ഒരെണ്ണം എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ആരുടെ കോശമായിരിക്കും? ഉടനെ അവൾ പറഞ്ഞു, അപ്പൻ്റെ അമ്മയുടെ. ഞാൻ ചോദിച്ചാണല്ലോ. അങ്ങനാണെങ്കിൽ ഈ മാംസരക്തം ആരുടെ സ്വന്തം?
അപ്പൻ്റെ. നീ ഇട്ടിരിക്കുന്ന ഈ വസ്ത്രം ആരുടെ സ്വന്തം? അപ്പൻ്റെ. നിൻ്റെ ഈ ഉണ്ടായ മാംസം നിൻ്റെ അപ്പൻ്റെ അമ്മയുടെയും വേർപ്പിൻ്റെയും അതുപോലെ കഷ്ടപ്പാടിൻ്റെയും ഫലമാണ് എന്ന് പറഞ്ഞാൽ അപ്പൻ്റെ സ്വന്തം. അതുകൊണ്ട് ഇത്രയും വർഷക്കാലം 10-20 വർഷക്കാലം നിന്നെ വളർത്തിയ ഈ അപ്പനെയും അമ്മയും നിനക്ക് വേണോ, അതോ ഇന്നലെ കണ്ട ചെറുപ്പക്കാരനെ നിനക്ക് വേണം? ഉടനെ അവൾ എടുത്ത വായിൽ എന്നോട് ഒരൊറ്റ പറച്ചിൽ, വസ്ത്രം മേടിച്ചു തരേണ്ട ഉത്തരവാദിത്വവും ജന്മം നൽകിയാൽ ഭക്ഷണം നൽകേണ്ട ഉത്തരവാദിത്വവും മാതാപിതാക്കന്മാരുടേതാണെന്ന് ജന്മം നൽകുന്നതിന് മുമ്പ് തന്നെ അവർക്കറിയാവുന്നതാണ്. ശരിയല്ലേ? എനിക്ക് അതിശയം തോന്നി സത്യത്തിൽ. ഞാൻ ഈ കുപ്പായമൊക്കെ ഇട്ട് നടക്കുമ്പോൾ ഞാൻ ഓർത്ത് ഇവർക്ക് ഈ കുപ്പായത്തോടെങ്കിലും ബഹുമാനം കാണും. ചുമല കുപ്പായം, കുരിശ്, മസനംസ, പിന്നെ സ്ലീവ, ഇതൊക്കെ കണ്ടാലെങ്കിലും ഇവിടെ ഞെട്ടുമെന്നാണ് ഞാൻ വിചാരിച്ചത്. ഇപ്പോഴത്തെ പിള്ളേർക്ക് അതൊന്നും കണ്ട ഒരു ഞെട്ടലില്ല. അവസാനം എല്ലാ 18 അടവും ഞാൻ പയറ്റി. ഇതുപോലത്തെ പല ക്വസ്റ്റ്യനും ഉണ്ട്. ഞാൻ എല്ലാം ഒന്നും പറഞ്ഞു തരുന്നില്ല. നിങ്ങൾ ഓരോരുത്തർക്കും പോയി പ്രയോഗിച്ചെങ്കിൽ ഞങ്ങളുടെ കൗൺസിലിംഗ് സെൻറ്ററും ധ്യാന കേന്ദ്രം പൂട്ടും. അതുകൊണ്ടെല്ലാം പഠിപ്പിക്കുന്നില്ല നിങ്ങളെ. അപ്പോൾ എന്തായാലും ഞാൻ അവസാനം 18ാമത്തെ അടവും പയറ്റി തീർന്നു. അവൾ അടുത്തില്ല. അവസാനം ഞാൻ പറഞ്ഞു, ഇനി ഒറ്റ അടവേ ഉള്ളൂ. 18 അടവും കഴിഞ്ഞാൽ പിന്നെയുള്ളതിൻ്റെ പേരിനാ പൂഴിക്കടകൻ. പൂഴിക്കടകൻ ഞാനെടുത്തു. ഞാൻ പറഞ്ഞു, എടി പെണ്ണേ, എനിക്ക് നിന്നോടൊന്നും പറയാനില്ല. ഇനി ഒരൊറ്റ കാര്യം മാത്രമേ എനിക്ക് നിന്നോട് പറയാനുള്ളൂ. അത് ഞാൻ പറയുന്നത് ഇപ്പം നിനക്കൊട്ട് മനസ്സിലാകത്തുമില്ല. ഇത് നിനക്ക് മനസ്സിലാകണമെങ്കിൽ ഏറ്റവും കുറഞ്ഞത് ഒരു 25 വർഷം കഴിയണം, എന്നാലേ നിനക്ക് മനസ്സിലാകത്തുള്ളൂ. ഇപ്പം ഞാൻ പറയാൻ പോകുന്ന കാര്യം നിനക്ക് മനസ്സിലാകണമെങ്കിൽ എത്ര വർഷം വേണം? 25 വർഷം കഴിയണം, എന്നാലേ നിനക്ക് മനസ്സിലാകത്തുള്ളൂ. ഉടനെ അപ്പൻ എൻ്റെ മുഖത്തോട് ദയനീയമായി നോക്കി, തിരുമേനി ഇപ്പം മനസ്സിലാകുന്ന കാര്യമുണ്ടേ പറ. 25 വർഷം കഴിയുമ്പോഴത്തേനും സംഗതി എല്ലാം പൂട്ടിക്കെട്ടും, ലോണ് ഇതാ ജപ്തിയാവും. അപ്പം ഞാൻ പറഞ്ഞു, നീ എന്തായാലും ഈ മുസ്ലിം ചെറുക്കനെ തന്നെ കല്യാണം കഴിക്കണം. അവിടെ മുഖത്തൊരു തെളിച്ചായി. അപ്പൻ്റെ മോൻ പാടി, തിരുമേനി കാല് മാറിയല്ലോ. ഇത്രയും നേരവും പറഞ്ഞുകൊണ്ടിരുന്നതൊക്കെ വിട്ട് കാല് മാറി. ഞാൻ പറഞ്ഞു, നീ ആ മുസ്ലിം ചെറുക്കനെ കല്യാണം കഴിച്ചിട്ട് നീ ദൈവം അനുഗ്രഹിക്കുകയാണെങ്കിൽ 2-3 കുഞ്ഞുങ്ങൾ നിനക്ക് ഉറപ്പായിട്ടുണ്ടാവും. ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം, നിനക്ക് പിള്ളേരുണ്ടാവും. ഉണ്ടായിട്ട് നീ ഇതാ BSc നേഴ്സിംഗ് കഴിഞ്ഞ് ആന്ധ്രയിലോ കർണാടകയിലോ പോയി നിൻ്റെ കൊച്ചിനെ വളർത്തും. നിൻ്റെ ഭർത്താവിന് വിദ്യാഭ്യാസവും വിവരവും ഇല്ലാത്തതുകൊണ്ട് അവൻ ചായക്കടയിൽ ബോണ്ട ഉണ്ടാക്കി തിന്നും തീറ്റിച്ചും എന്തു ചെയ്യും? മക്കളെ വളർത്തും. അങ്ങനെ നിങ്ങൾ 2 പേരെ വളർത്തും. എന്നിട്ട് നീ നിൻ്റെ മക്കളെ ഒരു കാലത്ത് പഠിപ്പിക്കാൻ വിടും. 10-25-30 വർഷം കഴിയുമ്പം അന്നേരം അവൻ തെലുങ്കൻ്റെ കൂടെയോ തമിഴിൻ്റെ കൂടെയോ പോകും. പോകുന്ന കാലത്തെ നിനക്കെന്ത് മനസ്സിലാകത്തുള്ളൂ? ഇപ്പം നീ ചെയ്യുന്നത് എന്താണെന്നുള്ളതിന് നിനക്ക് ബോധ്യം കിട്ടണമെങ്കിൽ ഇത്രയും വർഷം കഴിയണം. സാധാരണ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ഏത് പെണ്ണും ഒന്ന് വരണ്ടില്ല. പറയുന്ന ആരാന്ന് ഓർക്കണം, ഒരു മെത്രാപ്പോലിത്ത. അവൾക്ക് യാതൊരു കൂസലും ഇല്ല. അവൾ അരകല്ലിന് കാറ്റ് പിടിച്ച പോലെ, ഇവിടെ ചിലർ ധ്യാനത്തിനിരിക്കുന്ന പോലെ ഒരൊറ്റ ഇരിപ്പ്. എന്നും മാത്രമല്ല, അവൾ ഏറുകണ്ണിട്ട് അപ്പനെ ഒന്ന് നോക്കി. അവൾ നോക്കുന്നുണ്ട്, ഞാനും അപ്പനെ ഒന്ന് നോക്കിയപ്പോൾ അപ്പനിൽ എന്തോ ഭാവവ്യത്യാസം. ഞാൻ ചോദിച്ചു, എന്നാ പറ്റി? ഉടനെ പറഞ്ഞു, തിരുമേനി ക്ഷമിക്കണം, 25 വർഷം മുമ്പ് എൻ്റെ ഭാര്യയെ കത്തോലിക്ക സഭയിൽ ഞാൻ അടിച്ചുകൊണ്ട് പോകുന്നതാ. തലമുറ കൈമാറി കെടാതെ നമ്മൾ സൂക്ഷിക്കും. നമ്മൾ പാപം ചെയ്താൽ അടുത്ത തലമുറയ്ക്ക് നമ്മളത് കൈമാറേണ്ടി വരും. അതുകൊണ്ട് പാപം അസ്തമിക്കണമെങ്കിൽ ഞാനായിട്ട് എൻ്റെ ജീവിതത്തിൽ അതില്ലാതാക്കണം, ഉപേക്ഷിക്കണം. അതുകൊണ്ട് ഈ ധ്യാനം നിങ്ങൾക്കൊരു വലിയ അവസരമാണ്. ഉച്ച കഴിഞ്ഞ് പാപത്തെക്കുറിച്ച് ക്ലാസ് എടുക്കും. നാളെ ഞാൻ രാവിലെ വരുമ്പം കുമ്പസാരത്തെക്കുറിച്ച് എടുക്കും. എന്താണ് കുമ്പസാരം എന്നൊക്കെ. നാളെ വൈകുന്നേരം തോന്നുന്നു നല്ല കുമ്പസാരം എടുത്ത് ഈ പാപങ്ങളൊക്കെ ഉപേക്ഷിക്കാനൊരു ചാൻസ്. എല്ലാവരും അത് ഉപയോഗിക്കണം. അതോടുകൂടി വടക്കം പറവൂർ പള്ളി ഒരു യഥാർത്ഥ അനുഭവമുള്ള പള്ളിയായി മാറും.
നമ്മളൊക്കെ കുഴപ്പം. ഈ പള്ളി നല്ലതാണ്, അഭിഷേകമുള്ള പള്ളി. ഒരു പരിശുദ്ധ പിതാവ് കബറടങ്ങും. ആ പിതാവ് സമാധാനത്തോടും സന്തോഷത്തോടും കൂടി ഇവിടെ ജീവിക്കണമെങ്കിൽ ക്രിസ്ത്യാനികളായ നമ്മുടെയൊക്കെ മനസ്സിൽ ഇതാ പ്രിയമുള്ളവരെ ഒത്തിരി നന്മയുണ്ടാകണം, ഒത്തിരി നന്മയുണ്ടാകണം. ആ നന്മ, ആ പിതാവിൻ്റെ അനുഗ്രഹങ്ങൾ നമ്മളിലേക്കൊക്കെ പ്രാർത്ഥിച്ച് ചൊരിഞ്ഞു തരണം. ഇത് നമ്മൾ അനുഗ്രഹിക്കപ്പെടുന്നത് കണ്ട് ലോകത്തിലുള്ള മനുഷ്യരെല്ലാം ഇങ്ങോട്ട് വരാനിടയായിത്തീരും. അതുകൊണ്ട് ഒരു വിശുദ്ധൻ്റെ കബറിടം വഹിക്കുന്ന ഒരു ജനം, അതിനെ താങ്ങുന്ന ഒരു ജനം എങ്ങനെ ജീവിക്കണമെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാം, കണ്ണുകളടച്ച് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം, പാപത്തോട് വിട പറയാം. പാപം നമ്മുടെ ജീവിതത്തിൽ ഏൽപ്പിച്ച പ്രഹരങ്ങൾ, പാമ്പിനെ താരാട്ടി വാടി പാലൂട്ടി വളർത്തിയതുപോലെ നമ്മളൊക്കെ പോറ്റി വളർത്തിയ ചില പാപങ്ങൾ നമ്മുടെ ദേഹത്ത് കയറി വലിഞ്ഞു മുറുക്കിയിരിക്കുക. എന്തെല്ലാം പാപങ്ങളാണ് നമ്മുടെ ജീവിതത്തിലുള്ളത്. സ്വന്തം കുഞ്ഞുങ്ങളെ പോലും വധിച്ച മാതാപിതാക്കന്മാരുണ്ട്. അമ്മയുടെ ഉദരത്തിൽ ജീവിക്കാൻ അവകാശമുണ്ട്. അമ്മേ, ഞാൻ ഈ ഭൂമിയിലേക്ക് വരികയാണെന്ന് പറഞ്ഞുകൊണ്ട് സന്തോഷത്തോടെ ഇതാ അമ്മയുടെ ഉദരത്തിലേക്ക് വന്ന ജീവൻ കൈകാലിട്ടടിച്ച് സന്തോഷത്തോടെ അമ്മയെ കാണാനുള്ള ആഗ്രഹത്തോടു കൂടി ഉദരത്തിൽ കിടന്നപ്പോൾ ഒരു ദിവസം ഉദരത്തിലേക്ക് ചെല്ലാൻ പാടില്ലാത്ത രീതിയിൽ മൂർച്ചയുള്ള കത്രികകൾ, കഴുത്താ മുറിച്ച് നീക്കിയത്, കൈകാലുകൾ, കരഞ്ഞലൊളിച്ച കുഞ്ഞുങ്ങൾ, അങ്ങനെ ഗർഭപാത്രം തൊട്ട് പാപം പതിഞ്ഞു കിടക്കുക. പരസ്പര സ്നേഹമില്ലാതെ വൈരാഗ്യത്തോടെ പരസ്പരം മിണ്ടാട്ടവും ഇല്ല ഉരിയാട്ടവും ഇല്ലാത്ത സഹോദരങ്ങൾ, പഠിക്കാൻ പെട്ടപ്പോൾ മാതാപിതാക്കന്മാരോട് ഉള്ള കടമകളൊക്കെ മറന്ന് പ്രേമബന്ധങ്ങളിൽ കുടുങ്ങി വിശുദ്ധി നഷ്ടപ്പെടുത്തിയ യുവതി യുവാക്കന്മാർ, യൗവനത്തിൻ്റെ തിളപ്പിൽ ദൈവത്തെ മറന്ന് മദ്യപാനത്തിന് മയക്കുമരുന്നിന് അടിമപ്പെട്ടവർ, ആരോഗ്യവും കഴിവും ഉണ്ടായിരുന്നപ്പോൾ സഹോദരങ്ങളെ ഉപദ്രവിച്ചവർ, അവരുടെ മുഖത്തടിച്ചവർ, കൂട്ടുകൂടി മറ്റുള്ളവരെ പീഡിപ്പിച്ചവർ, അയൽക്കാരെ വേദനിപ്പിക്കുകയും അവരുടെ സ്വത്തുക്കൾ അപഹരിക്കുകയും ചെയ്തവർ, മാതാപിതാക്കന്മാരെ ജന്മം നൽകിയവരെ വേദനിപ്പിച്ചതിൻ്റെ ഓർമ്മകളുമായി മാതാപിതാക്കന്മാർ ഈ ഭൂമിയിൽ കരഞ്ഞുകൊണ്ട് കഴിയുമ്പോൾ, തമ്പുരാനെ, ഈ ഭൂമിയിൽ എനിക്കെങ്ങനെ സമാധാനം കിട്ടും? ജന്മം നൽകിയ മാതാപിതാക്കന്മാർക്കെതിരായി കയ്യോങ്ങിയവർ, എല്ലാം നീ ചെയ്തപ്പോഴും നിശബ്ദനായി നിന്റെ ദൈവം എല്ലാം കാണുന്നുണ്ടായിരുന്നു. അവൻ്റെ നെഞ്ച് പടഞ്ഞിട്ടുണ്ട്. കാരണം നീ ഓരോ പാപം ചെയ്യുമ്പോഴും നിൻ്റെ ഉള്ളിലുള്ള പരിശുദ്ധാത്മാവ് കരയുന്നുണ്ടായിരുന്നു. ദുഷ്ടൻ്റെ മേലും ശിഷ്ടൻ്റെ മേലും നീതിമാന്മാരുടെ മേലും നീതിരഹിതരുടെ മേലും മഴ പെയ്യ്ക്കുന്ന അപ്പൻ്റെ സ്നേഹം നിന്നെ തേടി വന്നിരിക്കുക ഈ ദേവാലയത്തിൽ. അപ്പൻ്റെ ഭവനത്തെക്കുറിച്ച് നമുക്ക് ഓർക്കാം. മകനെ, എൻ്റെ ഭവനത്തെക്കുറിച്ച് നീ ഓർക്ക. കർത്താവേ, ഈ മക്കൾക്ക് തിരുവചനം കൊടുക്കാൻ വേണ്ടിയാണല്ലോ അങ്ങനെ ഇങ്ങോട്ട് അയച്ചത്. അങ്ങനെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലി ദൈവജനത്തിന് ദൈവവചനം വെളിപ്പെടുത്തുക എന്നതാണ്. എൻ്റെ എല്ലാ മാനുഷിക ബലഹീനതകളോടും കുറവുകളോടും കൂടി ഈ ജനത്തിന് മുമ്പിൽ അങ്ങയുടെ വചനം ഞാൻ പങ്കുവെക്കുകയാണ്. അങ്ങയുടെ പരിശുദ്ധാത്മാവ് ഇവരുടെ ഉള്ളിലേക്ക് ഇറങ്ങി വന്ന് ഇവർക്ക് പാപബോധവും പശ്ചാത്താപവും കൊടുക്കുന്നില്ലെങ്കിൽ എൻ്റെ എല്ലാ ശുശ്രൂഷകളും വ്യർത്ഥമായി പോകുമല്ലോ. കർത്താവേ, എനിക്ക് ലഭിച്ച ആരോഗ്യവും കഴിവുമെല്ലാം ഈ മണിക്കൂറിൽ ഞാനിവർക്ക് വേണ്ടി പങ്കുവച്ചു. ആയുസിൻ്റെ എൻ്റെ
സമയമാണ് ഞാൻ ഇവർക്ക് വേണ്ടി പങ്കുവച്ച് ഈ നിമിഷം കൊടുത്തത്. ഇവർക്കിത് സ്വീകരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ എൻ്റെ ഈ സമയമെല്ലാം എൻ്റെ ആയുസിൻ്റെ ഈ ഒരു ദിനം പാഴായിപ്പോയല്ലോ. അതുകൊണ്ട് കർത്താവേ, ഞാൻ അങ്ങയോട് യാചിക്കുന്നു, പരിശുദ്ധ സഭയ്ക്ക് അങ്ങ് വാഗ്ദാനം ചെയ്ത പൗരോഹിത്യ നൽവരം, അതിലൂടെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഈ മക്കളുടെ മേൽ വസിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മേ, അമ്മയുടെ സാന്നിധ്യത്തിൽ സഹിയോൻ മാളികയിൽ പരിശുദ്ധാത്മാവ് വർഷിക്കപ്പെട്ടതുപോലെ ഈ മക്കളുടെ മേൽ അങ്ങ് പരിശുദ്ധാത്മാവിനെ വർഷിക്കണമേ. പരിശുദ്ധാത്മാവിനായി എല്ലാവരും ആഗ്രഹിച്ചുകൊണ്ട് തങ്ങളുടെ പാപങ്ങളെക്കുറിച്ച് ഓർത്ത് ആഴത്തിൽ പശ്ചാത്തപിച്ച് ഇപ്പോൾ മാപ്പി ചോദിക്കാം. ആത്മാക്കളെ തരിക, എൻ്റെ സർവവും എടുത്തുകൊള്ളുക. എല്ലാവരും ചേർന്ന് ആത്മാക്കളെ തരിക, എൻ്റെ സർവവും എടുത്തുകൊള്ളുക. ആത്മാക്കളെ തരിക, എൻ്റെ സർവവും എടുത്തുകൊള്ളുക. ചേർന്ന് പ്രാർത്ഥിക്കാം. എല്ലാവരും ചേർന്ന്. ആത്മാക്കളെ ഓ തമ്പുരാനെ, ആത്മരക്ഷയ്ക്ക് വേണ്ടി ഞങ്ങൾ എല്ലാവരും കരഞ്ഞു പ്രാർത്ഥിക്കുന്നു. സർവവും ഈ ഇടവകയിലെ മുഴുവൻ ആത്മാക്കളും രക്ഷ പ്രാപിക്കട്ടെ, പാപങ്ങളുടെ ബന്ധനങ്ങൾ അഴിയട്ടെ, കെട്ടുകൾ വിട്ടുപോകട്ടെ. എൻ്റെ സർവവും എടുത്തുകൊള്ളുക. ആത്മാക്കളെ തരിക, എൻ്റെ സർവവും എടുത്തുകൊള്ളുക. പരിശുദ്ധാത്മാവാൻ ദൈവമേ, ഈ ദേവാലയത്തിലേക്ക് ഇപ്പോൾ ഇറങ്ങി വരിക. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഓരോ മനുഷ്യന്റെ ഹൃദയത്തിലും ആഴമായ പാപബോധവും പശ്ചാത്താപവും ഭക്ഷിക്കട്ടെ. ഭവനങ്ങളുടെ കെട്ടുകൾ അഴിയട്ടെ, പാപത്തിന്റെ ചങ്ങലകൾ വിടട്ടെ, മദ്യപാനാസക്തി നീങ്ങട്ടെ, ജഡീക ഭാവങ്ങൾ വിടട്ടെ, പ്രേമബന്ധങ്ങൾ തകരട്ടെ, അശുദ്ധിയിൽ നിന്നും മ്ലേച്ഛതയിൽ നിന്നും അവിഹിത ബന്ധങ്ങളിൽ നിന്നും മോചനം ഈ സമൂഹത്തിന് കൊടുക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആത്മാക്കളെ തരിക, എൻ്റെ സർവവും എടുത്തുകൊള്ളുക. കർത്താവേ, നഷ്ടപ്പെട്ട ആത്മാക്കൾക്ക് വേണ്ടി ആത്മാക്കളെ ഞങ്ങൾ ദാഹിക്കുന്നു. ഈ ഇടവക നവീകരിക്കപ്പെടട്ടെ, സർവവും എടുത്തുകൊള്ളുക. ഈ ഇടവക നവീകരിക്കപ്പെടട്ടെ, ഓരോ ഇടവകയും നവീകരിക്കപ്പെടട്ടെ. പൈശാചിക ശക്തികൾ, അന്ധകാര ശക്തികൾ എല്ലാം നീങ്ങിപ്പോകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. എടുത്തുകൊള്ളുക. ലോകം മുഴുവനേക്കാൾ വിലയേറുന്നൊരു ആത്മാവിനെ നേടുവാൻ, ലോകം മുഴുവനേക്കാൾ വിലയേറുന്നൊരു ആത്മാവിനെ നേടുവാൻ, ലോകസുഖങ്ങളും സൗഭാഗ്യമൊക്കെയും ആത്മാവെ നേടുവാൻ ഞാൻ ത്യജിക്കാം. ലോകം നൽകിയിടുന്ന നൊമ്പരമൊക്കെയും ആത്മാക്കൾക്കായി ഞാൻ കാഴ്ച നൽകാം. ആത്മാക്കളെ നഷ്ടപ്പെട്ട ആത്മാക്കളെ എല്ലാം തിരിച്ചു തരണമേ. സർവവും എടുത്തുകൊള്ളുക. പാപത്തിൽ വീണുപോയ ആത്മാക്കളെ മോചിപ്പിക്കണമേ. ആത്മാക്കളെ തരിക, എൻ്റെ സർവവും എടുത്തുകൊള്ളുക. ആത്മാക്കളെ തരിക,
ഉച്ചവരെയുള്ള ധ്യാനം അവസാനിക്കുകയാണ്. ഇനിയുള്ള കാര്യങ്ങൾ ബഹുമാനപ്പെട്ട അച്ഛൻ നിങ്ങളോട് സംസാരിക്കുന്നതാണ്. നാളെയും നാളെ കഴിഞ്ഞുമായി ധ്യാനം നടക്കുമ്പോൾ ആത്മാർത്ഥമായി പാപങ്ങൾ ഏറ്റുപറഞ്ഞ് കുമ്പസാരിച്ച് നല്ലൊരു ജീവിതത്തിലേക്ക് കടക്കുവാനായിട്ട് നമുക്ക് ദൈവം അവസരം നൽകും. എല്ലാ ദിവസവും ധ്യാനത്തിൽ രാവിലെ മുതൽ പങ്കെടുക്കുന്നവർ വൈകുന്നേരം വരെയും പങ്കെടുത്താൽ മാത്രമേ ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി നല്ലൊരു ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ സാധിക്കൂ എന്നുള്ള കാര്യം പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുന്നു. അതുകൊണ്ട് എല്ലാ ദിവസവും വന്ന് ധ്യാനത്തിൽ പങ്കെടുക്കുവാൻ എല്ലാ മക്കളെയും ഓർമ്മിപ്പിക്കണമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കും. ദൈവനാമത്തിൽ. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിൻ്റെ നിറവിൽ അഭിയുവിൻ്റെ പിതാവ് നമ്മോട് പറഞ്ഞ കാര്യങ്ങൾ വാസ്തവത്തിൽ നിങ്ങളുടെ എല്ലാ മനസ്സിൽ കുത്തി വരച്ചിരിക്കുകയാണ്. ഈ ഇടവകയുടെ അഭിവൃദ്ധിക്ക് വേണ്ടി, ഈ ജനത്തിൻ്റെ ആത്മീയ വർധനവിന് വേണ്ടി നമ്മളെല്ലാവരും കൂട്ടമായി പ്രാർത്ഥിക്കണമെന്ന് അഭിയുവിൻ്റെ പിതാവ് ഓർമ്മപ്പെടുത്തി. സ്നേഹമുള്ളവരെ, ശുദ്ധമുള്ള യാക്കോബിൻ്റെ ലേഖനം 5-ാം അധ്യായം 20-ാമത്തെ വാക്യം, 5-ാം അധ്യായം 20-ാമത്തെ വാക്യം, പാപിയെ തെറ്റായ മാർഗത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നവൻ, പാപിയെ തെറ്റായ മാർഗത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നവൻ തൻ്റെ ആത്മാവിനെ മരണത്തിൽ നിന്ന് രക്ഷിക്കുന്നു. പാപിയെ തെറ്റായ മാർഗത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നവൻ തൻ്റെ ആത്മാവിനെ രക്ഷിക്കുന്നു, മരണത്തിൽ രക്ഷിക്കുന്നു. തൻ്റെ നിരവധിയായ പാപങ്ങൾ തുടച്ചു മാറ്റുകയും ചെയ്യുന്നുവെന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളുവിൻ. നിങ്ങളുടെ ആത്മാവിൻ്റെ രക്ഷയാണ്, നിങ്ങളുടെ പാപങ്ങളുടെ മോചനമാണ്, നിങ്ങളുടെ കുടുംബത്തിൻ്റെ ഐശ്വര്യമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ നാളെ നിങ്ങൾ ഈ പള്ളിയിലേക്ക് വരുമ്പോൾ എനിക്ക് ബോധ്യമുണ്ട്, ഇന്നിപ്പോൾ ഇവിടെ കൂടിയിരിക്കുന്ന നിങ്ങളെല്ലാവരും നാളെ വരും, നാളെ കഴിഞ്ഞും വരും. നിങ്ങൾ നാളെ വരുമ്പോൾ നിങ്ങൾ മാത്രം വന്നാൽ പോരാ. നമുക്കിവിടെ ഷോർട്ട് സർക്യൂട്ട് TV വെച്ചിട്ടുണ്ട്. പുറത്ത് മണ്ഡപത്തിലുണ്ട്, പള്ളിയുടെ വടക്കേ വരാന്തയിലുണ്ട്. ഇവിടെയൊക്കെ ഈ എല്ലാവർക്കും വന്നാൽ ഇനിയും ഒത്തിരി പേർക്ക് ഇവിടെ ഇത് അനുഭവയോഗ്യമാക്കാനുള്ള അവസരം. പോകാത്ത രോഗങ്ങൾ, ഒഴിഞ്ഞു പോകാത്ത പ്രയാസങ്ങൾ, സാമ്പത്തികമായ കെടുതികൾ, അടിക്കടിയുള്ള വീഴ്ചകൾ, ഇതെല്ലാം നീങ്ങിപ്പോകാൻ ഈ ധ്യാനം മുഖാന്തരമായി തീരുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. നമ്മിപ്പോലൊരു മർത്യൻ, എന്നാലും കർത്താവിൽ ശക്തൻ. ഏലിയാ നമ്മിപ്പോലൊരു മർത്യൻ, എന്നാലും കർത്താവിൽ ശക്തൻ. സ്വർഗമടയ്ക്കാൻ, മഴയകറ്റാൻ, മനമൊരുകുമ പ്രാർത്ഥനയ്ക്കായി. വീണ്ടും തുറക്കാൻ, മഴ വിതറാൻ, മനമൊരുകുമ പ്രാർത്ഥനയ്ക്കായി. ഏലിയാ നമ്മെപ്പോലൊരു മർത്യൻ, എന്നാലും കർത്താവിൽ ശക്തൻ. ഏലിയാ നമ്മെപ്പോലൊരു മർത്യൻ, എന്നാലും കർത്താവിൽ ശക്തൻ. അബ്രഹാമിന് ദൈവം വാഗ്ദാനം നൽകുമ്പോൾ കൺമുൻപിൽ ശൂന്യതയായിരുന്നു. അബ്രഹാമിന് ദൈവം വാഗ്ദാനം നൽകുമ്പോൾ കൺമുൻപിൽ ശൂന്യതയായിരുന്നു. എങ്കിലും അവൻ തന്നിൽ വിശ്വസിച്ചല്ലോ, ആ വിശ്വാസം നീതിയായി ഗണിക്കപ്പെട്ടു. എങ്കിലും അവൻ തന്നിൽ വിശ്വസിച്ചല്ലോ, ആ വിശ്വാസം നീതിയായി ഗണിക്കപ്പെട്ടു. ഏലിയാ നമ്മെപ്പോലൊരു മർത്യൻ, എന്നാലും കർത്താവിൽ ശക്തൻ. ഏലിയാ നമ്മെപ്പോലൊരു മർത്യൻ, എന്നാലും കർത്താവിൽ ശക്തൻ.
സാമുവേലിനെ ദൈവം വിളിച്ച നേരം അവനോ ബാലകനായിരുന്നു. സാമുവേലിനെ ദൈവം വിളിച്ച നേരം അവനോ ബാലകനായിരുന്നു. അവൻ വിശ്വസിച്ചല്ലോ, തന്നിൽ ആശ്രയിച്ചല്ലോ, തന്റെ പ്രവൃത്തികൾ ചെയ്യാൻ അവൻ ഉയർത്തപ്പെട്ടു. അവൻ വിശ്വസിച്ചല്ലോ, തന്നിൽ ആശ്രയിച്ചല്ലോ, തന്റെ പ്രവൃത്തികൾ ചെയ്യാൻ അവൻ ഉയർത്തപ്പെട്ടു. ഏലിയാ നമ്മെ പോലൊരു മർത്യൻ, എന്നാലും കർത്താവിൽ ശക്തൻ. ഏലിയാ നമ്മെ പോലൊരു മർത്യൻ, എന്നാലും കർത്താവിൽ ശക്തൻ. സ്വർഗമടയ്ക്കാൻ മഴയകറ്റാൻ മനമൊരുകുമ പ്രാർത്ഥനയ്ക്കായി. വീണ്ടും തുറക്കാൻ മഴ വിതറാൻ മനമൊരുകുമ പ്രാർത്ഥനയ്ക്കായി. ഏലിയാ നമ്മെ പോലൊരു മർത്യൻ, എന്നാലും കർത്താവിൽ ശക്തൻ. ഏലിയാ നമ്മെ പോലൊരു മർത്യൻ, എന്നാലും കർത്താവിൽ ശക്തൻ. തോമസ് അഥവാ സാജു, സാജുവിൻ്റെ പേരാണ് തോമസ്. മറിയം, പിന്നെ അനീറ്റ, മറിയ, ആൻമരിയ, മറ്റൊക്കെ പേര് അനീറ്റ മറിയ. ആ പേരുകളൊക്കെ നിങ്ങൾ പ്രത്യേകം ഓർക്കണം. ഈ ധ്യാനത്തിന് വേണ്ടി, ഇത് ക്രമീകരിക്കുന്നതിന് വേണ്ടി വളരെ ഉത്സാഹത്തോട് പ്രാർത്ഥിക്കുകയും പ്രയത്നിക്കുകയും ചെയ്യുന്ന ആളാണ് സാജു. മരിയ കാറ്ററിംഗ് സർവീസ്, സാജുവിൻ്റെ കുടുംബവും. നിങ്ങൾ നന്നായിട്ട് പ്രാർത്ഥിക്കാനുള്ളൊരു ബാധ്യത നമുക്കുണ്ട്. നമ്മളാരും ഇതിൻ്റെ ബാധ്യതകളെക്കുറിച്ച് അറിയുന്നില്ല. അതുകൊണ്ട് ദൈവസന്നിധിയിൽ നിങ്ങൾ നന്നായിട്ട് പ്രാർത്ഥിക്കണമേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ധ്യാനത്തിന് വേണ്ടി പരിശ്രമിച്ച, ഇതിനുവേണ്ടി സഹായിച്ച എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കണം. ആ കുടുംബങ്ങൾക്കൊക്കെ സമൃദ്ധിയായ അനുഗ്രഹം ഉണ്ടാകാൻ നിങ്ങൾ പ്രാർത്ഥിക്കണം എന്ന് അപേക്ഷിക്കുകയാണ്. ഇനിയും കുറേ പേര് കൂടെ ഇതിനകത്തേക്ക് സഹായിക്കുന്നുണ്ട്, സാമ്പത്തികമായി സഹായിച്ചിട്ടുണ്ട്. അവർക്കും കൃപകൾ ഉണ്ടാവാൻ നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കണം. മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം 29-ാമത്തെ വചനം, അഥവാ ശക്തനായ ഒരുവൻ്റെ ഭവനത്തിൽ പ്രവേശിച്ച് അവനെ കവർ ചെയ്യണമെങ്കിൽ ആദ്യം അവനെ ബന്ധിക്കണം. ബന്ധിക്കാതെ കവർ ചെയ്യാൻ സാധിക്കുകയില്ല. മർക്കോസിൻ്റെ സുവിശേഷം 3-ാം അധ്യായം 27-ാമത്തെ തിരുവചനത്തിലും ഇത് തന്നെ പറയുന്നു. കർത്താവേ, അങ്ങ് പൗരോഹിത്യം നൽകി ഈ ഭൂമിയിലേക്ക് ഞങ്ങളെ അയച്ചപ്പോൾ അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച ഏറ്റവും വലിയൊരു ദൗത്യമാണല്ലോ ദൈവജനത്തെ വിമോചിപ്പിക്കാൻ. യെശയ്യായുടെ പുസ്തകം 22:22 ദാവീദ് ഭവനത്തിൻ്റെ താക്കോൽ ഞാൻ അവൻ്റെ തോളിൽ വെച്ചു കൊടുക്കും. അവൻ തുറന്നാൽ ആരും അടയ്ക്കുകയോ അവൻ അടച്ചാൽ ആരും തുറക്കുകയില്ല. യോഹന്നാന്റെ സുവിശേഷം 20:19-21 വചനം, അഴിച്ചവട്ടത്തിന്റെ 1-ാം നാൾ ശിഷ്യന്മാർ യഹൂദരെ ഭയന്നിരിക്കെ യേശു വന്ന് അവരുടെ മധ്യത്തിൽ നിന്നുകൊണ്ട് അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. എൻ്റെ പിതാവ് എന്നെ അയച്ചതുപോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. ഇത് പറഞ്ഞിട്ടവൻ അവരുടെ മേൽ നിശ്വസിച്ചുകൊണ്ട് അവരോട് പറഞ്ഞു, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ. നിങ്ങൾ ആരുടെ പാപങ്ങൾ ബന്ധിക്കുന്നുവോ അവ അവരോട് ബന്ധിക്കപ്പെട്ടിരിക്കും. നിങ്ങൾ ആരുടെ പാപങ്ങൾ മോചിക്കുന്നുവോ അവ അവരോട് മോചിക്കപ്പെട്ടിരിക്കും. കർത്താവേ, കെട്ടുവാനും അഴിക്കുവാനും ബന്ധിക്കുവാനും മോചിക്കുവാനും സുഖപ്പെടുത്തുവാനും അങ്ങ് പൗരോഹിത്യ കൃപയിലൂടെ ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള അധികാരത്താൽ പരിശുദ്ധ പാത്രികീസ് ബാവയോടും ശ്രേഷ്ഠ കാതോലിക്ക ബാവയോടും ഈ സഭയിലെ മുഴുവൻ മെത്രാപ്പൊലിത്തന്മാരോടും വൈദികരോടും പരിശുദ്ധ സഭയോട് മുഴുവൻ ചേർന്ന് നിന്നുകൊണ്ട് ദൈവമേ, ഈ ജനത്തിന്റെ മേൽ ദൈവത്തിന്റെ കൃപയും ദൈവത്തിന്റെ കാരുണ്യവുമെല്ലാം നിറയാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആക്ട് 16:14 ഈ മക്കളുടെ എല്ലാ ഹൃദയങ്ങൾ തുറക്കപ്പെടട്ടെ. ലൂക്കോസ് 24:45 അവൻ പറഞ്ഞ കാര്യങ്ങൾ ഗ്രഹിക്കാൻ തക്കവിധം അവൻ ശിഷ്യന്മാരുടെ മനസ്സ്
തുറന്നു. യേശുവേ, ഈ സമൂഹത്തിൽ ദൈവത്തെ നിന്ദിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, തമ്പുരാനെ നിന്ദിച്ച ഏതെങ്കിലും ഒരു സമൂഹമുണ്ടെങ്കിൽ, തമ്പുരാനെ ഇന്ന് ഞങ്ങൾ മാപ്പ് ചോദിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിനും ദേവാലയത്തിനും പൗരോഹിത്യത്തിനുമെതിരെ പ്രവർത്തിച്ച കുടുംബങ്ങളുണ്ടെങ്കിൽ, തമ്പുരാനെ ഞങ്ങൾ ഇന്ന് മാപ്പ് ചോദിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവേ, അങ്ങയുടെ കരുണ ഞങ്ങളുടെ മേൽ വർഷിക്കണമേ. കരുണ തോന്നണേ എന്നിൽ, അലിവു തോന്നണേ. കൈകൾ യാചനാരൂപത്തിൽ പിടിച്ചു പ്രാർത്ഥിക്കാം. പാപിയാണു ഞാൻ നാഥ, പാപിയാണു ഞാൻ. കരുണ തോന്നണേ എന്നിൽ, അലിവു തോന്നണേ. പാപിയാണു ഞാൻ നാഥ, പാപിയാണു ഞാൻ. കർത്താവേ, ഈ ജനത്തിൻ്റെ മേൽ നീ ഇന്ന് പ്രവർത്തിക്കണമേ. ഞങ്ങളാരും ഒന്നുമല്ലെന്ന് സമ്മതിക്കുന്നു. നീ വിളിച്ചു, ഞാൻ വിളി കേട്ടു. നീ പറഞ്ഞത് അനുസരിച്ചു. വീഴ്ചകളുണ്ടായിട്ടുണ്ട്, കുറവുകളുണ്ടായിട്ടുണ്ട്, ബലഹീനതകളുണ്ടായിട്ടുണ്ട്. എല്ലാം ഈ ജനത്തിൻ്റെ മുമ്പിൽ ഇവരുടെ പാദം തൊട്ട് മാപ്പ് ചോദിച്ചു പ്രാർത്ഥിക്കുന്ന ദൈവമേ, അങ്ങ് വിളിച്ച വിളിയിൽ പോലും ഒത്തിരി കുറവുകൾ ഇന്നുവരെ വന്നു പോയിട്ടുണ്ട്. യേശുവേ, ഒരുപാട് പേർക്ക് വേദനകൾ ഉണ്ടായിട്ടുണ്ട്. എല്ലാത്തിനും ഞങ്ങൾ മാപ്പ് ചോദിച്ച് പ്രാർത്ഥിക്കുന്നു. തമ്പുരാനെ, ഇന്നിൻ്റെ അഭിഷേകം, പുത്തൻ അഭിഷേകം ഈ സമൂഹത്തിൽ നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഓരോ ഹൃദയങ്ങളും ഉരുകണം, ഓരോ മക്കളും അനുഗ്രഹിക്കപ്പെടണം. രോഗികൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സൗഖ്യപ്പെടണം. ഇവരുടെ ബന്ധനങ്ങൾ അഴിയണം, ഇവരുടെ കെട്ടുകൾ അഴിയണം. യേശുവേ, 1 സാമുവേൽ 15:28 കെട്ടുകളെല്ലാം അഴിഞ്ഞു മാറിപ്പോകാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ സ്ഥലം സ്വതന്ത്രമായി തീരട്ടെ. യേശുവേ, അങ്ങയുടെ രക്തം കൊണ്ട് ഞങ്ങളെല്ലാം കഴുകപ്പെടട്ടെ. പരിശുദ്ധ അമ്മേ, അമ്മയുടെ വലിയ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുന്നു. മോർ അബ്ദുൽ ജലീൽ ബാവയെ, അങ്ങയുടെ ഒരു ദേവാലയത്തിലാണല്ലോ ഞാനും ശുശ്രൂഷ ചെയ്യുന്നത്. അങ്ങയുടെ വലിയ മാധ്യസ്ഥം തേടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങ് ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നപ്പോൾ പൈശാചി ശക്തികളെ ബഹിഷ്കരിച്ചതുപോലെ അതേ അഭിഷേകം കൊണ്ട് ഞങ്ങളെല്ലാം നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പിശാചിനെ ബഹിഷ്കരിക്കാൻ, ബന്ധിക്കാൻ ഞങ്ങൾക്കെല്ലാം അധികാരം, അഭിഷേകം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ തന്നെ. യേശുക്രിസ്തുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, നിങ്ങളുടെ വികാരി അച്ഛന് ഈ ഭൂമിയിൽ പേടിയുണ്ടെങ്കിൽ അതെന്നെ മാത്രമേ ഉള്ളൂ. കാരണം എന്നാന്ന് ചോദിച്ചാൽ, വികാരി അച്ഛൻ ഞാൻ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് എൻ്റെ ചെവി വന്ന് പറഞ്ഞു, ദൈവത്തെ ഓർത്ത് ആരെയും ഉപദ്രവിക്കരുത് എന്ന്. കാരണം എന്നാന്ന് ചോദിച്ചാൽ, വികാരി അച്ഛൻ ഇതിനു മുമ്പിരുന്ന പള്ളിയിൽ ഞാൻ പോയി ധ്യാനം നടത്തിയിട്ടുണ്ട്. എനിക്ക് ദൈവം നൽകിയ ഒരു പ്രത്യേകതയാണ്, ഞാൻ ഒരിക്കലും ഒരു ക്ലാസ് എടുക്കുന്നത് ഒരു നോട്ടും ഒന്നും കൊണ്ടല്ല. സമയാസമയത്ത് പരിശുദ്ധാത്മാവ് എന്തൊക്കെ സന്ദേശം തരുന്നോ അതെല്ലാം കൃത്യമായിട്ട് എന്ത് ചെയ്യും, പറയും. അതുകൊണ്ട് ഒരു പ്രത്യേകത, എന്നെ എല്ലാവരും വിളിക്കുന്ന ഒരു ഓമന പേരുണ്ട്, യോഹന്നാൻ സ്നാപകൻ. കാരണം എന്നാന്ന് ചോദിച്ചാൽ, ഈ ഭൂമിയിൽ ഒന്നിനെയും ഭയമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, പരിശുദ്ധാത്മാവ് എനിക്ക് നൽകിയ ഒരു ധൈര്യമാണ്. ഏതായാലും ഞാൻ ഓർക്കുകയാണ്, ചിലരൊക്കെ ഇതിനകത്തിരുന്ന് അസ്വസ്ഥപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ച് പ്രാരംഭ പ്രാർത്ഥനയിൽ ഞാൻ കണ്ടു ചിലരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്ന് വർത്തമാനം പറയുന്നു. അപ്പോൾ ശരിക്കും നമ്മൾ ഓർക്കണം, അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മൾ കിടക്കുന്നത് പിശാചിൻ്റെ പിടിയിലാണ്. അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം, മോചിതരാകണം. പ്രത്യേകിച്ച് നമ്മൾ ഓർക്കണം, ഈ അച്ഛൻ്റെ ആവിലെ തൊട്ട് ഇങ്ങനെ അനൗൺസ് ചെയ്തുകൊണ്ടിരിക്കുക, ഈ അച്ഛൻ പുലിയാണ്, ആ തിരുമേനി പുലിയാണ്. സത്യത്തിൽ ഞങ്ങളാരും പുലിയല്ല. ഏതായാലും ദൈവം നിയോഗിച്ച
അജപാലകർ മാത്രം. പരിശുദ്ധാത്മാവ് ഞങ്ങൾക്ക് നൽകുന്നു, ഞങ്ങൾ ജനത്തിന് കൊടുക്കുന്നു, അത്രമാത്രം. ഏതായാലും നമുക്ക് എന്നെ ഒന്ന് ശ്രദ്ധിക്കാം പ്ലീസ്. ഇങ്ങോട്ട്. എനിക്കൊരു പ്രത്യേകത, എൻ്റെ കണ്ണി മുഴുവൻ മനുഷ്യരുടെയും മുഖത്തോടെ സെക്കൻഡുകൾക്കുള്ളിൽ മാറി മറിയും. ആരെങ്കിലും ഒരാൾ ഉറങ്ങിയാൽ, തിരുമേനിയെ പോലല്ല, തിരുമേനി എന്നാ പറഞ്ഞേ, ഉറങ്ങുന്നവരവിടെ ഇരുന്ന് ഉറങ്ങിക്കോട്ടെ. എൻ്റെ പ്രത്യേകത, ആരാണോ ഉറങ്ങുന്നത് അവരുടെ അരിക്ക വന്ന് ഞാൻ വിളിച്ചെഴുന്നേൽപ്പിക്കും. ഒരു 3.5 വർഷം മുമ്പ് തൂത്തുട്ടിയിലെ ഒരു ധ്യാനം നടക്കുക. എന്നും തൂത്തുട്ടിയിലെ എൻ്റെ ക്ലാസ് എന്ന് പറയുന്നത് ഉച്ച കഴിഞ്ഞുള്ള ക്ലാസ്സുകളാണ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഉച്ച കഴിഞ്ഞാണ് ഏറ്റവും കൂടുതൽ മനുഷ്യന് ഉറങ്ങാനുള്ള സാധ്യത. 163 പേരുടെ ഒരു ധ്യാനം നടക്കുമ്പോൾ ഞാൻ കാണുന്ന ഒരു കാഴ്ച, ഏറ്റവും ഫ്രണ്ടിൽ 4ാമത്തെ റോയിൽ 2ാമത്തെ കസേരയിലിരുന്ന് ഒരു 64 വയസ്സുള്ള ഒരമ്മച്ചി ഉറങ്ങിക്കൊണ്ടിരിക്കുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഒരു സ്വാഭാവിക ഉറക്കമായിരിക്കും എന്ന് വിചാരിച്ച് ഞാൻ ആദ്യത്തെ പ്രാവശ്യം അമ്മച്ചിയെ വിളിച്ചെഴുന്നേൽപ്പിച്ചു. ഞെട്ടി എഴുന്നേറ്റു. പിന്നെ ഇങ്ങനെയായി ഒരു 4 പ്രാവശ്യം അമ്മച്ചി ഉറങ്ങി. ഉടനെ എനിക്ക് മനസ്സിലായി ഇതൊരു പൈശാചിക പീഡയാണെന്ന്. ഏതായാലും കൊള്ളാം. 4ാമത്തെ പ്രാവശ്യം ഉറങ്ങിക്കഴിഞ്ഞപ്പോൾ ഞാൻ ചെയ്തൊരു കാര്യം, പിന്നെ അമ്മച്ചിയെ വിളിച്ചില്ല. അടുത്തിരുന്നത് നല്ല ആരോഗ്യമുള്ള യുവജനങ്ങളായിരുന്നു. ഉടനെ ഞാൻ അടുത്തിരുന്ന 4 പേരോട് പറഞ്ഞു, കസേരയോടെ അമ്മച്ചിയെ പൊക്കിയെടുത്തോളാൻ പറഞ്ഞു. എല്ലാവരും കസേരയിൽ എൻ്റെ ലക്ഷ്യം എന്നാന്ന് മനസ്സിലായല്ലോ. അപ്പോൾ കസേരയോടെ പൊക്കിയെടുത്തോളാൻ പറഞ്ഞു. ഏതായാലും 4 പേരും അമ്മച്ചിയെ കസേരയോടെ പൊക്കിയെടുത്തു. എന്നിട്ട് ആ ധ്യാനത്തിനുണ്ടായിരുന്ന 162 പേരോടെ കൂടി അമ്മച്ചിക്ക് വേണ്ടി ഒരു പ്രാർത്ഥന നടത്തി. സത്യത്തിൽ വലിയ ആരവം കേട്ട് അമ്മച്ചി കണ്ണു തുറക്കുമ്പോൾ കാണുന്നത് ആകാശത്തിരിക്കുന്നതാ. ഏതായാലും കൊള്ളാം. ഈ ഒറ്റ പ്രാർത്ഥനയോടുകൂടി ശരിക്കും അമ്മച്ചി പിന്നീട് വെള്ളിയാഴ്ച വരെയുള്ള ക്ലാസ്സിൽ, ഒറ്റ ക്ലാസ്സിൽ പോലും എന്ത് ചെയ്തിട്ടില്ല, ഉറങ്ങിയിട്ടില്ല. പോകാൻ നേരത്ത് എന്നെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മയൊക്കെ തന്നിട്ട് പറഞ്ഞു, അച്ഛാ ഞങ്ങളുടെ പള്ളിയിലും അച്ഛൻ എന്ത് ചെയ്യണം, ധ്യാനം നടത്താൻ വരണം. എന്നിട്ട് എന്നോട് പറഞ്ഞു, എനിക്ക് 7 ആമക്കൾ എൻ്റെ ഈ വയറ്റിൽ നിന്ന് ഒരു ആന്തൽ കയറിപ്പോയി. കാരണം അമ്മച്ചി വളരെ സ്നേഹത്തോടെ വിളിച്ചില്ല. എനിക്ക് മനസ്സിലായി 7 ആമക്കളുള്ള ഒരു അമ്മച്ചിയുടെ പള്ളിയിൽ ചെന്ന് നമ്മളെ എന്ത് ചെയ്യും, കൈകാര്യം ചെയ്യും. ഏതായാലും ഗതികേടെന്ന് പറയാം. ഞാനൊരു 1 വർഷം മുമ്പ് ഈ പള്ളിയിൽ ചെല്ലാനിടയായി. ഈ അമ്മച്ചിയുടെ പള്ളി, ഈ സംഭവമൊക്കെ ഞാൻ വിട്ടുപോയി. ഏതായാലും കൊള്ളാം. ഞാൻ അവിടെ ചെന്ന് വണ്ടിയെ നിറങ്ങുമ്പോൾ ഞങ്ങൾ ആ ചെല്ലുന്ന നിറഞ്ഞു 4 മണിയായപ്പോൾ തന്നെ അമ്മച്ചി പള്ളി വന്നിട്ടുണ്ട്. വണ്ടിയെ നിറങ്ങിക്കൊണ്ട് എന്നെ കൊണ്ട് ഓടി വന്നിട്ടുണ്ട്. അച്ഛാ അച്ഛനെന്നെ ഓർക്കുന്നുണ്ടോ? ഞാൻ പറഞ്ഞു, ഉവ്വ ഓർക്കുന്നുണ്ട്. അച്ഛാ എൻ്റെ 7 ആമക്കളും വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അതുകൂടെ കേട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ അടുക്കിപ്പോയി. ഏതായാലും കൊള്ളാം. അമ്മച്ചി പിന്നെ എന്നോട് പറഞ്ഞു, എന്നെ ഓടി വന്ന് കയ്യിലൊക്കെ പിടിച്ചിട്ട് എന്നോട് പറഞ്ഞു, അച്ഛാ അച്ഛൻ്റെ അന്നത്തെ പ്രാർത്ഥനയ്ക്ക് ശേഷം ഞാൻ പകലും ഉറങ്ങിയിട്ടില്ല, എന്നതാണേലും അച്ഛാ ഞങ്ങൾ ഉറങ്ങിയാൽ ഞങ്ങളെ കസേരയോടെ എടുത്ത് പൊക്കി പ്രാർത്ഥിച്ചു എന്ന് ധൈര്യമുള്ളവരൊന്ന് കൈവക്കിക്കേ. സത്യത്തിൽ പിശാച് വിട്ടുപോകണം എന്ന് നമുക്ക് ആർക്കും എന്തില്ല, ഇഷ്ടമില്ല. അതിൻ്റെ ഒരു പ്രത്യേകത, പിശാചിനോട് അവിടെ ഇരുന്നോളാൻ പറഞ്ഞാൽ അവൻ എന്ത് ചെയ്യും? ഈ ഇരിപ്പിരിക്കും. എങ്ങനെ ഇരിക്കും? ഇതുപോലെ ഇരിക്കും. എന്നാൽ അവനോട് പൊക്കോട എന്ന് പറഞ്ഞാൽ അവൻ എന്ത് ചെയ്യും? ഏതായാലും നമുക്ക് ആദ്യമേ തന്നെ കൈ ഒന്ന് ഉയർത്തിയിട്ട് പിശാചിനൊരു ടാറ്റ കൊടുക്കാം. പിശാചിനാണേ ടാറ്റ കൊടുക്കുന്നത്, ഫ്രണ്ട് നിൽക്കുന്നത് ഞാനാണേ. ഉണ്ടോ? അങ്ങനെയാണെങ്കിൽ മുകളിലോട്ട് നോക്കി കൊടുക്കണം, എന്നെ നോക്കി തരരുത്. എങ്ങോട്ട് കൊടുക്കണം? ഹായ് പിശാച് ടാറ്റ ഒന്ന് പറഞ്ഞേ. ചിലരുടെ കൈ പൊങ്ങിയിട്ടില്ല. വീട്ടിൽ നിന്ന് 2 കൈയും കൊണ്ടുവന്നിട്ടുള്ളവരൊന്നും കൈ പൊക്കാവോ? 2 കൈയും നിങ്ങളാരും കൊണ്ടുവന്നില്ലേ? കൈയില്ലാത്തവരാണോ? അങ്ങനെയാണ് 2 കൈക്ക് ഒരു ടാറ്റ കൊടുക്കാവോ പിശാചിന്? അയ്യോ അവിഞ്ഞ ടാറ്റയായിപ്പോയി. ഏതായാലും ഈ ടാറ്റ കണ്ടിട്ട് പിശാച് പോകുന്ന ലക്ഷണം കാണുന്നില്ല. എന്നാണേലും ഒരു കാര്യം ചെയ്യാം, തൊട്ടടുത്തിട്ട് ഞങ്ങളുടെ കയ്യാലൊന്ന് പിടിക്കാവോ? ഒരു ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കാനായിട്ട് നമുക്കൊന്ന് പിടിക്കാവോ? എന്നിട്ട് ആരുടെ കയ്യാലാണോ പിടിച്ചിരിക്കുന്നത് അവരുടെ മുഖത്ത് നോക്കണം. ചിരിക്കാതെ. ആരുടെ കയ്യാലാണോ നമ്മൾ പിടിച്ചിരിക്കുന്നത് അവരുടെ മുഖത്തൊക്കെ. ചിലരാണ്ട് എൻ്റെ മുഖത്തോട്ടാണ് നോക്കിയിരിക്കുന്നത്. അല്ല, നിങ്ങൾ ആരുടെ കയ്യാലാണോ പിടിച്ചിരിക്കുന്നത് അവരുടെ മുഖത്ത് നോക്കി. എന്നിട്ട് ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാൻ പോവാം. മുഖത്ത് നോക്കി പറയണം. മുഖത്ത് ആരുടെയാണോ കയ്യെ പിടിച്ചിരിക്കുന്നത് അവരുടെ മുഖത്ത് നോക്കി. എന്നിട്ട് പറഞ്ഞേ, ദയവായി ഉറങ്ങരുത്.